കർത്താവിന്റെ വേലയിലായിരിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസന്മാർ, വടക്കേ ഇന്ത്യയിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള കർത്താവിന്റെ പ്രിയരായവർ, കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹത്തെയും കരുതലിനെയും ഞാൻ അറിയിക്കുകയാണ്. ഈ വർഷത്തെ പറവട്ടാനിയിൽ നടക്കുന്ന കൺവെൻഷന്റെ ദൈവവചന പഠനത്തിന്റെ അവസാനത്തെ ദിവസത്തേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സംസാരിച്ചു, എനിക്ക് കഴിഞ്ഞ ദിവസം സംസാരിക്കാൻ അവസരം ലഭിച്ചു. ഇന്ന് പകലും കൊണ്ട് പറഞ്ഞ കാര്യങ്ങളുടെ ഏകദേശം ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. കർത്താവിന്റെ കൃപയിൽ ആശ്രയിക്കുകയാണ്. ഒരു വാക്കോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഈ മധ്യാഹ്ന സമയത്ത് ഈ പരസ്യ സ്ഥലത്ത് നിന്റെ കുഞ്ഞുങ്ങളായി ഞങ്ങൾ ഒരുമിച്ച് കൂടി കർത്താവെ തിരുഹിതം കേൾക്കാൻ, അപ്പന്റെ ആലോചന ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ, ഞങ്ങളെ അങ്ങ് എത്ര സ്നേഹിക്കുന്നു, അങ്ങ് എത്ര ആഴത്തിൽ ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നു, ഞങ്ങളെ കുറിച്ചുള്ള പദ്ധതികളുടെ ഗൗരവം, ആമേൻ, അത് ഞങ്ങൾക്ക് പിന്നെയും പിന്നെയും മറനീക്കി ഞങ്ങൾ അകലും തോറും സംശയിക്കും തോറും അങ്ങനെയല്ല, സംശയിക്കണ്ട, ഇത് തന്നെ പാത എന്ന് ഞങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ പകൽ തിരുസ്വരം കേൾക്കാൻ ജനമായി ഞങ്ങൾ ഒരുമിച്ച് ആവലോടായിരിക്കുന്നു. അങ്ങയുടെ സ്വരം വെളിപ്പെടുന്നതിനായി നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ. കഴിഞ്ഞ ദിവസം ദൈവവചനം പറഞ്ഞു പോയപ്പോൾ പ്രസംഗിച്ച് ഒടുവിലേക്ക് വന്നപ്പോൾ ഞാനൊരു പദം ഉപയോഗിച്ചു. ആ ഭാഗം അല്പം സ്പർശിച്ചുകൊണ്ട് മുന്നോട്ട് വരാം. അതായത്, ഇങ്ങനെ നിന്ന് പ്രസംഗിച്ചാൽ, ഇങ്ങനെയൊക്കെ നിന്ന് പറഞ്ഞാൽ ഇത് വോൾട്ടേജ് കൂടുതലാണ് ഉപദേശി. ഇത്തിരി വോൾട്ടേജ് കുറയ്ക്കണമെന്ന് എന്നോട് പലരും പറയാറുണ്ട്. ഇത് ഹൈ വോൾട്ടേജാ. ഇങ്ങനെ വോൾട്ടേജ് ഒക്കെയാണ് ഞങ്ങളുടെ പ്ലാറ്റ്ഫോമുകൾ നിനക്ക് അന്യമായി പോകും. ഞങ്ങളുടെ വേദികളിലേക്കുള്ള വരവ് അവസാനിക്കും. കുഞ്ഞേ, വാതിൽ അടച്ചാ നീ കളിക്കുന്നത്. അത്ര ഉഗ്രസ്വരമൊന്നും വേണ്ട. ശാന്തമായി ഈ വെയിലത്തും ഈ കഷ്ടപ്പാടിന്റെ നടുവിൽ വല്ലോ ആശ്വാസം കിട്ടുന്ന നിലയിൽ ആശ്വസിപ്പിക്കുന്ന വല്ലോ വചനം പറഞ്ഞിട്ട് പോ. അല്ലെങ്കിൽ വേദികൾ കാര്യങ്ങൾ അവസാനിക്കുമെന്നൊരു സൂചന എന്നോട് സീനിയേഴ്സായ പ്രശസ്തരായ ചിലരെല്ലാം ഉദ്ബോധിപ്പിച്ചു. തന്നെയല്ല, ഇങ്ങനെയുള്ള വേദികളൊക്കെ പങ്കിട്ടാൽ, ഇങ്ങനത്തെ കഠിന സ്വരങ്ങൾ വെളിപ്പെടുന്ന വേദികളിൽ നീയും നിന്നാൽ നിന്നെയും ഞങ്ങൾ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തും. വെരി ഗുഡ്. അപ്പോൾ അങ്ങനെ ആ പറഞ്ഞ കാര്യങ്ങൾ എന്റെ ഉള്ളിൽ കിടന്നതുകൊണ്ടാണ് ഞാനൊരു സൂചന പ്രസംഗത്തിൽ പറഞ്ഞത്. ഇങ്ങനെയും ചിലരൊക്കെ പറയുന്നു. അതിന് കർത്താവ് എന്നെ ബലപ്പെടുത്തിയ കാര്യം നിങ്ങളെ അറിയിച്ചിട്ട് മുന്നോട്ട് പോകാം. എന്നെ ബലപ്പെടുത്തിയത്, എന്നെ ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് വിളിച്ച അതേ എന്റെ കർത്താവ് എനിക്ക് മുമ്പ്, കാലങ്ങൾക്ക് മുമ്പ് ഇരമ്യാവ് എന്ന് പറയുന്നവനെ ശുശ്രൂഷയ്ക്ക് വിളിച്ചു. പുതിയ നിയമ ഇസ്രായേലിന്റെ നടുവിൽ ഞാൻ നിൽക്കുന്നു, ഇരമ്യാവ് പഴയ നിയമ ഇസ്രായേലിന്റെ നടുവിൽ നിൽക്കുന്നു. ശുശ്രൂഷയ്ക്ക് ഇത്തിരി വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ. ആ ഇരമ്യാവിന്റെ സാഹചര്യം, എന്നോട് പറഞ്ഞ ആ സാഹചര്യം പോലൊരു സാഹചര്യത്തിലൂടെ ഇരമ്യാവ് കടന്നുപോയി. ഇരമ്യാവിന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 1-2 വാക്യം. ജെറമായ chapter 7 verse 1 and 2. യഹോവയിൽ നിന്ന് ഇരമ്യാവിനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ, നീ യഹോവയുടെ ആലയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് യഹോവയെ നമസ്കരിപ്പാൻ ഈ വാതിലുകളിൽ കൂടി കിടക്കുന്നവരായ എല്ലാ യഹൂദന്മാരുമായുള്ളവരെ യഹോവയുടെ അരുളപ്പാട് കേൾപ്പീൻ എന്നീ വചനം വിളിച്ചു പറക. ശ്രദ്ധിക്കണം, കർത്താവിന്റെ ദാസൻ ഇരമ്യാവ് എവിടെ നിൽക്കുന്നു? യഹോവയുടെ ആലയത്തിന്റെ വാതിലിന് വെളിയിൽ നിന്നുകൊണ്ട് അകത്തേക്ക് പോകുന്ന കേമന്മാരും പ്രമാണികളുമായ എല്ലാത്തിലും എല്ലാമായെന്ന് അഭിമാനിക്കുന്നവരോട് വാതിലിന് വെളിയിൽ നിന്ന് അകത്തേക്ക് പ്രസംഗിക്കുക. അല്പം മുമ്പ് ഞാൻ പറഞ്ഞു, എന്നോട് പറഞ്ഞത് വേദികൾ അവസാനിക്കാൻ പോകുന്നു, പ്ലാറ്റ്ഫോമുകൾ നിൽക്കും, വോൾട്ടേജ് കുറയ്ക്കുക. അപ്പൊ എന്റെ മുമ്പ് ശുശ്രൂഷയ്ക്ക് നിന്ന് ഇരമ്യാവ് അല്പം പോലും വോൾട്ടേജ് കുറച്ചില്ല. സെയിം വോൾട്ടേജ് കൂടുതലല്ലാതെ കുറഞ്ഞില്ല. അങ്ങനെ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം എവിടെയാണ് നിന്നത്? ആലയത്തിന്റെ. അതെന്തുകൊണ്ടാണ് വെളിയിൽ നിന്നത്? ചില കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കണം. അതിന്റെ 11-ാം വാക്യം, ജെറമായ 7:11, 7:11. ആ കാലഘട്ടത്തില് ദൈവത്തിന്റെ ഷെഖൈന ഇറങ്ങിയ, മേഘം ഇറങ്ങിയ ദൈവത്തിന്റെ ആലയം, ആ ആലയത്തിന്റെ മനോഹരത്വം ഒന്ന് കണ്ടാട്ടെ. എന്റെ നാമം വിളിച്ചിരിക്കുന്ന ഈ ആലയം കള്ളന്മാരുടെ ഗുഹ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? എനിക്കും അത് അങ്ങനെ തന്നെ തോന്നുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവസഭയാം ആലയത്തിലെ അംഗങ്ങളായ പ്രിയരായവരോട് ഞാൻ പ്രസംഗിക്കുന്നു. കർത്താവിന്റെ ദാസൻ ഇരമ്യാവ് അന്ന് പഴയ നിയമ ഇസ്രായേലിനോട് പറയാണ്, എന്റെ ആലയം യഹോവയാലുള്ള അരുളപ്പാടാ, എന്റെ ആലയം കള്ളന്മാരുടെ
ഗുഹയാക്കി തീർത്തിരിക്കുന്നു. യിരെമ്യാവ് പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് ആണ് യേശു ക്രിസ്തു പിന്നത്തേതിൽ മത്തായിയുടെ സുവിശേഷത്തിൽ എടുത്തു പറഞ്ഞത്. യേശു അല്ല ആദ്യം പറഞ്ഞത്, യിരെമ്യാവാണ് ആദ്യം പറയുന്നത്. അങ്ങനെയുള്ള ആലയത്തിലെ ശുശ്രൂഷകൾ 8, 9, 10 വാക്യങ്ങളൊന്ന് വായിച്ചാൽ, ജെറമായ ചാപ്റ്റർ 7 വേഴ്സസ് 8, 9, 10. നിങ്ങൾ പ്രയോജനമില്ലാത്ത വ്യാജവാക്കുകളിൽ ആശ്രയിക്കുന്നു. നിങ്ങൾ മോഷ്ടിക്കുകയും കൊല ചെയ്യുകയും വ്യഭിചരിക്കുകയും കള്ളസത്യം ചെയ്യുകയും ബാലിന് ധൂപം കാട്ടുകയും നിങ്ങൾ അറിയാത്ത ദേവന്മാരോട് ചെന്ന് ചേരുകയും ചെയ്യുന്നു. പിന്നെ വന്ന് എന്റെ നാമം വിളിച്ചിരിക്കുന്ന ഈ ആലയത്തിൽ എന്റെ സന്നദ്ധിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഈ മ്ലേച്ഛതകളൊക്കെയും ചെയ്യേണ്ടതിന് തന്നെയോ? മതി. എന്റെ ആലയത്തിൽ വരുന്ന എന്റെ ജനം, മൈ പീപ്പിൾ, എന്റെ പ്രിയരായവരുടെ രീതികളും സ്വഭാവങ്ങളും കാര്യപരിപാടികളും അകത്ത് നടക്കുന്ന വായിച്ചു കേട്ടത്, അതിൽ സ്വർഗത്തിലെ ദൈവം പ്രസാദിക്കുമോ പ്രിയരെ? നിശ്ചയമായും പ്രസാദിക്കില്ല. ഹൃദയവേദനയോടെ ഈ ദൈവദാസൻ വെളിയിൽ നിന്ന് അകത്തേക്ക് പറയുക, ഈ പോക്ക് ശരിയല്ല, മാറ്റം വേണം, പഴയ പാതയിലേക്ക് മടങ്ങി വരുവീൻ. 6-ാം അധ്യായത്തിൽ നമ്മൾ ഇന്നലെ വായിച്ചു, മടങ്ങി വരൂ. ഈ സ്വഭാവത്തിൽ നിന്ന് നിങ്ങളുടെ കൈകളെയും നിങ്ങളുടെ പ്രവൃത്തികളെയും നിങ്ങളുടെ നടപ്പും ശുദ്ധമാക്കുവീൻ, മടങ്ങി വരുവീൻ. യിരെമ്യാവ് വാതിലിന് വെളിയിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ എന്റെ ഉള്ളിൽ സ്വർഗം തന്ന വെളിപ്പാട് പറയാം. വെളിപ്പാട്, റെവലേഷൻ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യം. റെവലേഷൻ 3:20. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ ആ താഴം കഴിക്കും. യിരെമ്യാവ് വന്ന് വാതിലിന് വെളിയിൽ നിൽക്കുന്നു. കാലങ്ങൾക്ക് ശേഷം പുതിയ നിയമസഭയുടെ ശുശ്രൂഷകനായ, പുതിയ നിയമ ആലയത്തിലെ വേലക്കാരനായ ഞാൻ ഇന്ന് പകൽ നിങ്ങളോട് പറയുന്നു, ഈ ശുശ്രൂഷയ്ക്ക് എന്നെ വിളിച്ച എന്റെ പ്രിയൻ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? പ്രിയൻ എവിടെയാണ് നിൽക്കുന്നത് പ്രിയരേ? പ്രിയൻ വാതിലിന് വെളിയില. അവൻ വാതിലിൽ നിന്ന് മുട്ടുകയാ, അകത്തുള്ളവരുടെ നേരെ മുട്ടുകയാ. അവന്റെ ശുശ്രൂഷകനാണെങ്കിൽ, അവനോട് ചേർന്നിരിക്കാൻ വിളിക്കപ്പെട്ടവനാണെങ്കിൽ അവനും ഇപ്പോൾ എവിടെയായിരിക്കും? അകത്ത്, പാളയത്തിനകത്തായിരിക്കുമോ? അവൻ പാളയത്തിന് വെളിയിലാണ്. അവന്റെ ശുശ്രൂഷകനും എവിടെയായിരിക്കും? ഈ വെളിപ്പാട് മനസ്സിലാവുന്നുണ്ടോ? ഒന്നുകൂടെ വായിച്ചേ. വെളിപ്പാട് 3:20. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. കർത്താവ് വാതിൽക്കൽ നിന്ന് അകത്തേക്ക് മുട്ടുകയാ. ആരെങ്കിലും എന്റെ ശ്രദ്ധിക്കുക, ആരെങ്കിലും. 1000, 10,000 അകത്തുണ്ടല്ലോ, 17,000 ഉണ്ടല്ലോ, 10,000 ഉണ്ടല്ലോ, അവിടെ 10 ലക്ഷം ഉണ്ടല്ലോ, ഇവിടെ 1 ലക്ഷം ഉണ്ടല്ലോ. മുട്ടുകയാ വാതിൽക്കൽ നിന്ന്. എല്ലാവരും കൂടെ ഇറങ്ങി വരാനല്ല പറയുന്നത്, മുട്ട് കേട്ട് ആ സ്വരം തിരിച്ചറിഞ്ഞ് എത്ര പേര് വരാനാ? സ്വരം ശ്രവിച്ച് മനസ്സിലാക്കിയ സത്യാന്വേഷി മാത്രം ഇറങ്ങി വാ. എവിടേക്ക് ഇറങ്ങി വരണം? പാളയത്തിന് വെളിയിൽ എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടെ പറഞ്ഞാൽ, ഈ ദിവസത്തെ പ്രസംഗത്തിൽ വരേണ്ട വാക്ക്, പഴയ പാതയിലേക്ക് ഇറങ്ങി വരൂ. പ്രിയൻ നിന്ന് മുട്ടുകയാ. ആ ശുശ്രൂഷ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പിന്നെ ഞാൻ ഭാരപ്പെടേണ്ട ആവശ്യമുണ്ടോ? സഹോദരങ്ങളെ, ഭാരപ്പെടേണ്ട കാര്യമുണ്ടോ? ഉടലേണ്ട കാര്യമുണ്ടോ? കൂടെ പ്രിയൻ നിൽക്കുകയല്ലേ, പിന്നെ എന്തിന് ചഞ്ചലപ്പെടുന്നു? അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, സീനിയർ എന്ത് വിചാരിക്കും, ജൂനിയർ എന്ത് വിചാരിക്കും? വിചാരിക്കുന്നവർ വിചാരിക്കുന്നത് പോലെ വിചാരിക്കട്ടെ. എന്നാൽ ഈ സത്യവചനം തിരിയുന്നുണ്ടല്ലോ. പ്രിയൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. അകത്ത് പ്രിയന്റെ സ്വരം, പ്രിയന്റെ ശബ്ദം അകത്ത് വേണ്ട ഞങ്ങൾക്ക്. കാരണം പ്രിയൻ അകത്ത് വന്ന വാ തുറന്നാൽ എന്തായിരിക്കും പറയുന്നത്? എന്റെ മുഖമേൽക്കൂ, എന്റെ പാതയിലൂടെ വരൂ, ഇടുക്കുവാതിലൂടെ വരൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ കർത്താവ് വേറെല്ലാം പറയുന്നുണ്ടോ? നമ്മെ അല്പസമയത്തേക്ക് രസിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യം ഈ വാതിൽ തുറന്നു കൊടുത്താൽ നമ്മുടെ പ്രിയൻ അകത്ത് വന്ന് പറയോ? ഇക്കിളിപ്പെടുത്തുന്ന, രസിപ്പിക്കുന്ന, അല്പനേരത്തേക്ക് നമ്മെ സന്തോഷത്തിന്റെ ഒരു കടലിലേക്ക് തള്ളിയിടുമാറ് അങ്ങനത്തെ എന്തെങ്കിലും നേരം പോക്ക് പ്രിയൻ അകത്ത് വന്നാൽ പറയോ? പറയത്തില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രിയനേ, തൽക്കാലത്തേക്ക് നിന്റെ സ്വരം ഞങ്ങൾക്ക് വേണ്ട, നീ വെളിയിൽ നിൽക്കൂ. അങ്ങനെ മെജോറിറ്റി അങ്ങനെ പറയുമ്പോൾ തന്നെ അതിനകത്ത് സത്യാന്വേഷികളായ മൈനോറിറ്റി ഉണ്ട്. ആ മൈനോറിറ്റിക്ക് വേണ്ടി മുട്ടിക്കൊണ്ടിരിക്കണം, കണ്ടിന്യൂസ് ആയിട്ട് മുട്ടിക്കൊണ്ടിരിക്കണം. ആ മുട്ടലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിലുള്ള പ്രിയപ്പെട്ടവരെല്ലാം വിളിച്ചുകൂട്ടി മുട്ടുകയാ. ഹൃദയത്തിന്റെ ഭിത്തികളിൽ കടന്നു വരൂ, പഴയ പാതയിലേക്ക് വരൂ,
നമുക്ക് സിയോന്റെ ഗീതങ്ങൾ പാടി നമുക്ക് സിയോൻ യാത്ര, ആ യാത്ര ആനന്ദത്തോടെ നടത്താമെന്ന് മുട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ മുട്ട് കേൾക്കുമ്പോൾ അകത്തൊരു ആഗ്രഹമൊക്കെ ഉണ്ട്, ഇയാൾ പറയുന്നതിൽ കാര്യമൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങോട്ട് നോക്കുമ്പോൾ ആരാ ഇരിക്കുന്നത്? അവറാച്ചായി ഇരിക്കുക അവിടെ. ഇങ്ങോട്ട് നോക്കുമ്പോൾ ജോജാമ ഇരിക്കുക. നാളെ ഇവരെയൊക്കെ കാണേണ്ടതാ. അപ്പൊ മുട്ടുന്നവൻ മുട്ടുമെങ്കിലും അപ്പോഴത്തേക്കും അകത്തൊരു വല്ലായ്മ. പുരോഹിതന്മാരാൽ അനേകർ വിശ്വാസം ഏറ്റുപറഞ്ഞില്ലെന്ന് അന്ന് എഴുതി. ഇന്നിപ്പോ നമ്മളത് എങ്ങനെ പറയേണ്ടി വരും? ഇന്ന് നമുക്കിവിടെ പരസ്യ സ്ഥലത്ത് നിന്നത് പറയാൻ പറ്റില്ല. അന്ന് പുരോഹിതന്മാരാൽ സത്യം ഏറ്റു പറയാൻ മടി കാണിച്ചു. ഇന്നോ തുറന്നെനിക്കിവിടെ ഇന്ന് പ്രസംഗിക്കാൻ പറ്റുമോ? അത് കാരണം ഈ പ്രസംഗം ഇന്നിപ്പോ ടേപ്പ് ചെയ്യുന്നുണ്ട്, പലരും കേൾക്കേണ്ടതാ. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, തികച്ചും കോൺഫിഡൻസിൽ, സഞ്ചേതത്തിൽ, ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു, നാം എല്ലാം പ്രിയനോട് ചേർന്ന് നിന്ന് സഞ്ചരിക്കേണ്ടവരാണ് ആ പാതയിൽ, പഴയ പാതയിൽ. ആ ബോധ്യമാണ് എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ജ്വലിപ്പിച്ചത്. ആ ജ്വലനമാണ് ഈ വാക്യം വായിക്കാൻ പ്രേരണ തന്നത്. നാം കുറിവാക്യമായി വായിച്ച വിലാപങ്ങൾ 5-ാം അധ്യായം 21-ാം വാക്യം, ബുക്ക് ഓഫ് ലാമെന്റേഷൻസ് 5:21. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്ങളിലേക്ക് മടക്കി വരുത്തണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്ങളിലേക്ക് മടക്കി വരുത്തണമേ. ഈ പാളയത്തിൽ നിന്ന്, ഈ കംഫർട്ട് സോണിൽ നിന്ന്, ഈ സുഖലോലുപതയിൽ നിന്ന് ഞങ്ങളെ നിങ്ങളിലേക്ക് മടക്കി വരുത്തണമേ. മടങ്ങി വരവിന്റെ സ്വരം, കൊക്കും മീവൽ പക്ഷിയൊക്കെ മടങ്ങി വരവിന്റെ സ്വരം അറിയുന്നു. എന്റെ രക്തത്തിന്റെ മറുവിലയായ എന്റെ ആടുകൾ മടങ്ങി വരാൻ അറിയുന്നില്ല. ആ വിലാപം അകത്ത് കത്തുന്നത് കൊണ്ടാണ് ഈ വാക്യം ഇങ്ങനെ കഴിഞ്ഞ 10 മാസമായി എന്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നിട്ട് മിനിഞ്ഞാണത് പുറത്തേക്ക് വന്നത്. അതിന്റെ ബാലൻസ് ഇത് പറഞ്ഞു തരണമെങ്കിൽ ഒത്തിരി മണിക്കൂറുകൾ വേണം, അത് വിശദീകരിച്ചു കൊണ്ടുവരണമെങ്കിൽ. എങ്കിൽ തന്നെയും അല്പസമയം കൊണ്ട് ഈ വായിച്ച വാക്യത്തിന്റെ ഡെപ്ത് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ ആഴത്തിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, യഹോവേ, ഞങ്ങൾ നിങ്ങളിലേക്ക് മടങ്ങി വരണമെന്നുള്ള ആ പ്രവാചകന്റെ സ്വരം, ഹൃദയത്തിന്റെ വേദന പോലെ അദ്ദേഹം കുറിച്ചു വെച്ച ആ കുറിപ്പ് പോലെ ഹൃദയത്തിൽ നിന്ന് ഞാൻ തൃശ്ശൂരിൽ നിന്നുകൊണ്ട് പ്രിയരായ നിങ്ങളോട് പറയുന്നു, നാം ഇന്ന് പോകുന്ന പാതകളിൽ നിന്ന് മടങ്ങി വരണോ. അകത്ത് നടക്കുന്ന സമ്പ്രദായങ്ങളാണ് അല്പം മുമ്പ് വായിച്ചു കേൾപ്പിച്ചത്. അകത്ത് ശുദ്ധീകരണമില്ല, അകത്ത് വിശുദ്ധിയില്ല, അകത്ത് വ്യാജങ്ങൾ നടക്കുന്നു. ആ വ്യാജങ്ങളുടെ സ്വഭാവം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു കേൾപ്പിച്ചു. അത് ചെറിയ കാര്യങ്ങൾ, അതിനേക്കാളും വലിയ കാര്യങ്ങളാണ് നടക്കുന്നത്. കഴിഞ്ഞ മാസം ഞാൻ ബോംബെയിൽ ഒരു ചർച്ചബോർഡിന്റെ സഭയിൽ ശുശ്രൂഷയ്ക്കായി കടന്നു ചെന്നു. 4 ദിവസത്തെ മീറ്റിംഗ്. അവിടെ ആദ്യ ദിവസം പ്രസംഗിക്കാൻ ഞാൻ തെരഞ്ഞെടുത്തത് ഞായറാഴ്ച ആത്മാവിലുള്ള ആരാധന. ആ വിഷയത്തെക്കുറിച്ച് കർത്താവിന്റെ ദാസനിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്, എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് പല നിലകളിൽ അങ്ങനെ പഠിപ്പിക്കാത്തതുമായ വചനത്തിന്റെ വെളിപ്പാടുകൾ എന്നെ തന്ന് പിന്നെയും പഠിപ്പിച്ചു. അപ്പൊ അതെല്ലാം ഞായറാഴ്ചത്തെ ആ സെക്ഷനിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിച്ചു. തിങ്കളാഴ്ച മുതൽ ശിഷ്യത്വത്തെ കുറിച്ച് പറയണമെന്നുള്ള താല്പര്യത്തിൽ നിന്നു. ഈ ഞായറാഴ്ച അവിടെ നിന്ന് ആത്മാവിലുള്ള ആരാധനയെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഓർമ്മിപ്പിക്കുകയാണ്, ഇതിവിടെ കൊണ്ട് തീരുന്നില്ല. 7 സെക്ഷൻ ബുധനാഴ്ച രാത്രി വരെ ഈ ഒരു വിഷയം തന്നെ ഇവരോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കണം. ശിഷ്യത്വം മാറ്റിവെച്ച് ആത്മാവിലുള്ള ആരാധന എന്ന കാര്യം ശക്തിയോടെ അവരോട് പ്രസംഗിച്ചുകൊണ്ടിരുന്നു. സെൻട്രലൈസ്ഡ് AC ചർച്ച്, എല്ലാവരും ധനാഢ്യർ, 1 ലക്ഷം 2 ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്നവർ, അങ്ങനെ വിവിധ നിലകളിൽ പരിലസിക്കുന്ന പ്രിയരായവർ എല്ലാം നിരനിരയായിരിക്കുന്നു. മുൻനിരയിലെല്ലാം യങ്സ്റ്റേഴ്സ്, അവരുടെ മക്കൾ, കേമന്മാർ, സുന്ദരന്മാർ, ഇവിടെ താടിയുള്ളവർ, ഇങ്ങനെ താടിയുള്ളവൻ, ഇങ്ങനെ താടിയുള്ളവൻ, ഇങ്ങനെ ഏതാണ്ട് ചെയ്തവർ, അല്പവസ്ത്രധാരികളായ സഹോദരിമാർ, പെൺകുഞ്ഞുങ്ങൾ, ഇങ്ങേ സൈഡില് നേഴ്സിംഗ് പഠിക്കുന്നത്, നേഴ്സിംഗ് ജോലി ചെയ്യുന്നത്, എല്ലാം നിരനിരയായിരിക്കുകയാണ്. ആത്മാവിലുള്ള ആരാധനയ്ക്ക് വരുന്നു. റൺ സെറ്റുകൾ, അതെല്ലാം ഇന്ന് ഇന്ത്യയിൽ എങ്ങും ഇല്ലാത്ത പോലെ എല്ലാം നിരനിരയായിരിക്കുകയാണ്. അതിന്റെ നടുവിലാണ് ഞാൻ യഥാർത്ഥ ആരാധനയെ കുറിച്ചുള്ള പ്രസംഗം പ്രസംഗിക്കാൻ പോകുന്നത്. ശക്തിയോടെ പ്രസംഗിച്ചു. പ്രസംഗമെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഡേയിൽ ഈ കൊയറിൽ നിന്ന് ഈ ഡ്രം അടിച്ച് പൊളിക്കുക. ആ അടിച്ച് പൊളിച്ചവൻ എന്റെ അടുക്കൽ രാത്രി ഒന്ന് കൺഫസ് ചെയ്തു. അവൻ പറയും, അങ്കിളേ, ഞങ്ങളെല്ലാം പച്ചയ്ക്കാ പറഞ്ഞത്, വേറെ വാക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ തന്നെ ഞാനങ്ങ് പറയുക. ഈ അടിച്ചു പൊളിക്കുന്ന ഇങ്ങേ സൈഡിലിരിക്കുന്ന പെൺപിള്ളേരുടെ മുമ്പിൽ പെർഫോമൻസ് കാണിക്കുന്നതാണ്. ഇങ്ങേ സൈഡിലിരിക്കുന്ന 18, 20, 21 വയസ്സായ പെൺകുഞ്ഞുങ്ങൾ, നഴ്സിംഗ്
നാട്ടിൽ നിന്ന് ബോംബെയിൽ ജോലി ചെയ്യുന്ന 5, 8, 10 പെൺകുട്ടികൾ ഇരിക്കുക. ഇങ്ങനെ സൈഡിൽ യങ്സ്റ്റേഴ്സ് ഇരിക്കുകയാണ്, ചെറുപ്പക്കാര്. അപ്പൊ അവരുടെ പെർഫോമൻസ് ആണ് ഈ ഇരിക്കുന്ന പെൺകുട്ടികൾക്ക്. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ അവരെ മൊബൈലിൽ SMS അയക്കുന്നു. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ പാസ്റ്ററുടെ മൂത്ത മോൻ അവിടുത്തെ നഴ്സായ പെണ്ണിന് SMS അയക്കുന്നു. അടുത്തിരുന്നോ തന്നെ എന്നോട് പറയുന്നത്. ഇതെല്ലാം കഴിഞ്ഞു. ഒടുവിൽ പാസ്റ്ററുടെ ഇളയ മകൻ വരിക എന്നോട് സംസാരിക്കാൻ. രാത്രി 12 മണി. പിറ്റേ ദിവസം വെളുപ്പിന് എനിക്ക് പോരണം. 18 വയസ്സായ പാസ്റ്ററുടെ മകൻ. എന്തിനാ ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ, പാത മനസ്സിലാക്കാൻ വേണ്ടിയാണ്, മോഡേൺ പാത കേട്ടുകൊള്ളാനാണ് പറയുന്നത്. ആ 18 വയസ്സുകാരനായ ഇത്തിരി പോന്ന കൊച്ചൻ എന്നോട് പറയാണ്, അവനെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഞായറാഴ്ച ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴോടെ ആരാധനയുടെ സമയത്തും ഈ പാട്ടുകളുടെ പ്രൊജക്ടർ ഓപ്പറേറ്റ് ചെയ്യുന്ന അവനായിരുന്നു ഫ്രണ്ടിലിരുന്ന്. അവൻ പ്രസംഗ സമയത്തും അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അവൻ പറയാ എന്നോട്, നിങ്ങൾ ഞായറാഴ്ച അവിടെ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോ എഴുന്നേറ്റ് വന്ന് എന്റെ മൂക്കിലിട്ടൊരു ഇടി തരാൻ എനിക്ക് തോന്നിയെന്ന് ഇങ്ങനെ കൈ കാണിച്ചിട്ട്. ഒരു സെക്കൻഡ് എനിക്കൊരു ഷോക്ക് ഉണ്ടായി. പുറത്ത് കാണിച്ചില്ല. ഷോക്ക് ഉണ്ടാകാതിരിക്കുവോ? പെന്തിക്കോസുകാരൻ പാസ്റ്ററുടെ മോൻ പറയാണ്, നിന്റെ മൂക്കിടിച്ച് പൊട്ടിക്കാൻ എനിക്ക് തോന്നിയെന്ന്. ദൈവസന്നിധിയിൽ നിന്ന് ദൈവത്തിന്റെ ദാസനായി ഞാൻ നിങ്ങളോട് പറയുക, അവൻ എന്നോട് ഒത്തിരി കഥകൾ പറഞ്ഞു, അവന്റെ ലൈഫിലെ കഥകൾ. അവിടെ ചർച്ചിലൊരു സ്ത്രീ, ഒരു മലയാളിയായ പ്രവാചകി, കള്ളപ്രവാചകി, അവൾ കടന്നു വന്ന് അവരുടെ 21 ദിവസത്തെ ഈ 21കളും 41കളെല്ലാം ഞാൻ ബാംഗ്ലൂരിലൊക്കെ, ഇവിടെ അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല, ബാംഗ്ലൂരിൽ പരസ്യമായി നിന്ന് പ്രസംഗിക്കും ഞാൻ. ഇതെല്ലാം സാത്താന്റെ പരിപാടികളാണ്. ഇവിടെ ഞാൻ പറഞ്ഞിട്ടില്ല, അവിടെ ഞാൻ പറയും, അവിടെ പറയാറുണ്ട്. എനിവേ, അങ്ങനെ നടന്ന പരിപാടിയിൽ ഈ പർട്ടിക്കുലർ ലേഡി കടന്നു വന്ന് അവിടുത്തെ സഖേല പുരുഷന്മാരുടെ തലയിൽ കൈവച്ചു പ്രാർത്ഥിച്ചു. ഈ കൊച്ചന്റെ തലയിൽ കൈവച്ച് അല്പം കഴിഞ്ഞപ്പോഴത്തേക്ക് യുവ പറയാണ്, ഒരു മോഹാലസ്യം പോലെ എനിക്ക് തോന്നി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പോലും അറിയാൻ മേലാത്ത കുറെ അന്യഭാഷ ഞാൻ പറഞ്ഞു. അന്ന് മുതൽ എനിക്ക് പലരോടും വെറുപ്പാക്കളെന്ന് പറഞ്ഞു. ആ വെറുപ്പിൽ നിന്നാണ് നിങ്ങളുടെ മൂക്കിൽ ഇടിക്കണമെന്ന് എനിക്ക് തോന്നിയെന്ന്. പിന്നീട് എനിക്ക് ബ്ലഡ്, എപ്പോഴോ ഒരല്പം ബ്ലഡ് എനിക്കൊന്ന് ടേസ്റ്റ് ചെയ്യേണ്ടി വന്നു. അന്ന് മുതൽ എനിക്ക് ബ്ലഡിനോട് ഭയങ്കര താല്പര്യമാണ്. ഞാൻ എപ്പോഴും ഇന്റർനെറ്റിൽ കയറുമ്പോൾ സൈറ്റാനിക് സൈറ്റ്സ് ഉണ്ട്. എനിക്ക് ഇന്റർനെറ്റും കമ്പ്യൂട്ടറും പരിപാടിയൊന്നും അറിയത്തില്ല. ആ സൈറ്റിൽ കയറി അവൻ എങ്ങനെ ലോഗിൻ ചെയ്ത് പോയാലും അവൻ ചെല്ലുന്ന സ്ഥലം സാത്താന്റെ ഫോട്ടോകളിലേക്കാണ്. അവൻ പറയാം, ഞാൻ ചിലപ്പോഴൊക്കെ വെൽക്കം ചെയ്യാറുണ്ട്, എന്റെ അടുക്ക വരാൻ പറഞ്ഞു. ഞാൻ ചിലപ്പോഴൊക്കെ അങ്ങനത്തെ പ്രസൻസ് ഒക്കെ എനിക്ക് അങ്ങ് ഫീൽ ചെയ്യാറുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ഉപദേശിയുടെ മകൻ, സിനിമയല്ല, ഉപദേശിയുടെ മകൻ, സിനിമയുണ്ട്. ഇത് സിനിമയുടെ കഥയല്ല, ഇത് യാഥാർത്ഥ്യം, പച്ചയായ യാഥാർത്ഥ്യം. ഇന്നും വേദനയോടെ ഞാൻ സൂക്ഷിക്കുന്നു. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉപദേശി 15,000 രൂപ ശമ്പളക്കാരനാ, ക്വാർട്ടേഴ്സ്, സഖേല സൗകര്യങ്ങൾ. നാം ശ്രദ്ധിക്കണം. നമ്മുടെ പോക്ക് കംഫർട്ട് സോണിൽ ഇരുന്നു കൊണ്ട് സുഖിക്കുമ്പോൾ അപ്പൻ അറിഞ്ഞിട്ടില്ല ഇതുവരെ. ഞാൻ മാത്രം അറിയുന്ന കുമ്പസാര രഹസ്യമായത് പരസ്യമായി ഇന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇതെങ്ങനെയാ അപ്പനോട് പറയും? ഞാൻ എങ്ങനെയാ അപ്പനോട് ഇത് പറയും? സഹോദരങ്ങളെ, കണ്ടുപൊട്ടി ചത്താൽ ഇത് ചെയ്യും. പാത മക്കൾക്ക് പറഞ്ഞു കൊടുത്തില്ല, യഥാർത്ഥ പാത വെളിപ്പെടുത്തിയില്ല. മക്കളെ നഴ്സിംഗും എഞ്ചിനീയറിംഗുമായി ബാംഗ്ലൂരിലും ബോംബെയിലും ഈറോഡും അവിടെ ഇവിടെയൊക്കെ അയക്കും. അവിടെ യഥാർത്ഥ കൂട്ടായ്മയിലാണോ? അവരുമായി നിരന്തരമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ലോക്കൽ പാസ്റ്റർ, കേരളത്തിലെ പാസ്റ്റർ മെനക്കെടുന്നുണ്ടോ? മാതൃസഭയിലെ പാസ്റ്റർ ഇവിടെ നിന്ന് അവിടെ ഇവിടെ പഠിപ്പിക്കാൻ വിടുന്ന കുട്ടികളെ ഇവിടെ ഇരുന്ന് ടെലിഫോണിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? നീ യഥാർത്ഥ സഭയിലാണോ? കള്ളപ്രവാചകന്റെ സഭയിലാണോ നീ കൂടുന്നത്? ഗുരുപദേശം പഠിപ്പിക്കുന്ന കൂട്ടങ്ങളിലാണോ നിന്റെ സഞ്ചാരം? നിന്റെ പരിപാടികൾ എങ്ങനെയാ? ഇത് വിളിച്ചു ചോദിച്ചില്ലെങ്കിലും ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു ആത്മാവിനെ തിരിച്ചറിയണം. ഇതൊന്നും അറിയാതെ കയ്യറോരി വിട്ടിരിക്കുക. അതുകൊണ്ട് പണ്ട് മോശ പറഞ്ഞൊരു കാര്യം ഓർമ്മ വരുക. ആവർത്തന പുസ്തകം 32-ാം അധ്യായം 7-ാം വാക്യം, Deuteronomy chapter 32:7. ആവർത്തന പുസ്തകം, വീണ്ടും ആവർത്തിച്ച് എഴുതിയിരിക്കുന്ന പുസ്തകം, 32-ാം അധ്യായം 7-ാം വാക്യം. പൂർവ്വ ദിവസങ്ങളെ ഓർക്കുക, തലമുറകളുടെ സംവത്സരങ്ങളെ ചിന്തിക്കുക. നിന്റെ പിതാവിനോട് ചോദിക്ക, അവൻ അറിയിച്ചു തരും. നിന്റെ വൃദ്ധന്മാരോട് ചോദിക്ക, അവർ പറഞ്ഞു തരും. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചോദിക്കുകയും പഠിക്കുകയും ഗ്രഹിക്കുകയും അറിയുകയും ചെയ്യാറുണ്ടോ? ചോദ്യമാണ്. ഈ ദൈവവചനത്തിന്റെ മുമ്പാകെ നിന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഇങ്ങനെ പൂർവന്മാരോട് ചോദിച്ച് ഉപദേശവും വചനവും അടിത്തറയും കാര്യങ്ങളും മനസ്സിലാക്കാറുണ്ടോ? അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ മക്കളെ പഠിപ്പിക്കാനൊക്കെ വിടുമ്പോ കാര്യം പറഞ്ഞു കൊടുക്കാൻ കഴിയാത്തത്. അതുകൊണ്ട് അവർ തലതിരിഞ്ഞു പോകുന്നു, യാഥാർത്ഥ്യത്തിൽ നിന്ന് അകന്നു പോകുന്നു. ഇതെല്ലാം എന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നത്. എനിക്ക് വേണ്ടപ്പെട്ട എന്റെ പ്രിയരായ
എന്റെ കുടുംബത്തിലുള്ള പല യൗവനക്കാരും അകന്നകന്ന് ദൈവസന്നിധിയിൽ നിന്ന് വിദൂരതയിൽ നിൽക്കുന്ന വേദനയോടെ പ്രസംഗിക്കുക. ഞാൻ കാഹളം ഇന്ന് ധരിച്ചാൽ നിശ്ചയമായും കൈവിടപ്പെട്ടു പോലും. ആരുത്തരം പറയും? ഒന്നുകൂടെ വായിച്ചാട്ടെ ദൈവദാസൻ. പൂർണ്ണ ദിവസങ്ങളെ ഓർക്കുക, തലമുറകളുടെ സംവത്സരങ്ങളെ ചിന്തിക്കുക. നിന്റെ പിതാവിനോട് ചോദിക്ക, അവൻ അറിയിച്ചു തരും. നിന്റെ വൃത്തന്മാരോട് ചോദിക്ക, അവർ പറഞ്ഞു തരും. എന്താ അവർ പറഞ്ഞു തരാൻ പോകുന്നത്? അതിന്റെ രണ്ടാം വാക്യം, 1-2 വാക്യം. Deuteronomy 32:1-2, 32 അധ്യായം 1-2 വാക്യം. ആകാശമേ ചെവി തരിക, ഞാൻ സംസാരിക്കും. ഭൂമി എന്റെ വായിൽ വാക്കുകളെ കേൾക്കട്ടെ. മഴ പോലെ എന്റെ ഉപദേശം പൊഴിയും. മഴ പോലെ എന്റെ ഉപദേശം പൊഴിയും. എന്റെ വചനം മഞ്ഞുപോലെയും എന്റെ വചനം മഞ്ഞുപോലെയും ഇളം പുല്ലിന്മേൽ പൊടിമഴ പോലെയും ഇളം പുല്ലിൽ പൊടിമഴ പോലെയും സസ്യത്തിന്മേൽ മാരി പോലെയും ചൊരിയും. മോശ പ്രവചനത്തരത്തിൽ എഴുതി വെച്ചത് യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ, പുതിയ നിയമ കാലഘട്ടത്തിൽ നമ്മുടെ മുമ്പിൽ അവൻ വായി തുറന്നത് സത്യോപദേശത്തിൽ നമ്മെ നടത്താൻ വേണ്ടി. അത് കൈകളിൽ എഴുതി തന്നു. കൈകളിൽ പിടിച്ചുകൊണ്ട് നടക്കാൻ പുസ്തകമായി നമുക്ക് ലഭിച്ചിരിക്കുന്നു. നമ്മുടെ ഹൃദയത്തിന്റെ ഭിത്തിയിൽ എഴുതി വീണ്ടും നമ്മെ റിമൈൻഡ് ചെയ്യാൻ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നു. പക്ഷെ നമുക്ക് പരിശുദ്ധാത്മാവുമായി ഫെലോഷിപ്പില്ല. ഉണ്ടെങ്കിൽ ഇത് പൊഴിയത്തില്ലയോ? എന്നോട് ഇന്നലെ ഒരാൾ ചോദിച്ചു, എത്ര കൊല്ലമായി വിശ്വാസത്തിൽ വന്നിട്ടെന്ന്. ചോദിച്ച ചോദ്യത്തിന്റെ അർത്ഥം 90 വയസ്സായോന്ന. ഞാൻ പറഞ്ഞു, വിശ്വാസത്തിൽ വന്നിട്ട് ജസ്റ്റ് 9 years, 9 വർഷമായുള്ളൂ. അപ്പൊ എത്ര വർഷമായി ഈ പരിപാടി തുടങ്ങിയിട്ട്? ഇത് വെറും 5-6 വർഷമേ ആയിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെ തുടങ്ങിയിട്ട് എത്ര കാലം? ഇത് ഒരു 2-2.5 കൊല്ലമൊക്കെ ആയിട്ടുള്ളൂ ഇങ്ങനെ ഈ പാതയിലേക്ക് വന്നിട്ട്. മനസ്സിലായില്ല അല്ലെ? എന്നോട് ചോദിച്ചത് 10-30 വർഷം പെന്തിക്കോസിന്റെ ആസ്ഥാനത്ത് അങ്ങനെ ഇരുന്നേ അദ്ദേഹം എന്നോട് ചോദിക്കുക, ഈ ഉപദേശങ്ങളൊക്കെ കർത്താവിന്റെ സഭയിൽ 25-ാം വാർഷികവും ഇല്ല, 75-ാം വാർഷികവും ഇല്ല, 50-ാം വാർഷികവും ഇല്ല, വീൽ ചെയർ കൊടുക്കലില്ല, ഉപദേശിക്ക് സെന്റ് ഓഫ് ഇല്ല, ഇതിനെല്ലാം പ്രമാണമുണ്ട്, ഉപദേശമുണ്ട്. അങ്ങനെ ഈ പുസ്തകം പഠിപ്പിക്കുന്നില്ല. ഓട്ടം എന്ന വിഷയം കർത്താവിന്റെ ദാസൻ ഇന്നലെ പറഞ്ഞതിന്റെ തുടർച്ചയായി ഞങ്ങൾ ഇന്നലെ വിശ്വാസത്തിന്റെ ചർച്ചയിലിരുന്ന് ചർച്ച ചെയ്തു. അപ്പോഴാണ് ചോദിച്ചത്, കുഞ്ഞ് ഇത് എത്ര കൊല്ലമായി പരിപാടി തുടങ്ങിയിട്ടെന്ന്. അതാ പറഞ്ഞു, 9 കൊല്ലമായിട്ടുള്ളൂ ഇറങ്ങിയിട്ട്. ഇസ്രായേലിൽ നിന്ന് ഇറങ്ങിയിട്ട് 9 കൊല്ലം. പിന്നെ ഈ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയിട്ട് വെറും 6 കൊല്ലം. പിന്നെ ബാബിലോണിന്റെ കുഴമറിച്ചിലിൽ കിടന്ന് കുഴച്ചിലിൽ നിന്ന് ഇറങ്ങിയിട്ട് 2-2.5 കൊല്ലം. എന്റെ സ്നേഹിതനാ ജോണി ബ്രദർ, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇറങ്ങിയവരാ. 9 കൊല്ലം ഞങ്ങളെല്ലാം ഒരുമിച്ച് ഇറങ്ങിയവരാ. പക്ഷെ ഈ ഉപദേശമൊക്കെ എങ്ങനെ മനസ്സിലായി ചോദിച്ചാൽ, ഈ പഴയ പാതയെ വന്നു നിന്നപ്പോ അവിടെ ഇങ്ങനെ പൊഴിഞ്ഞോണ്ടിരിക്കുകയല്ലേ, മഴ പോലെ പൊഴിഞ്ഞോണ്ടിരിക്കുക. അതങ്ങ് റിസീവ് ചെയ്താൽ മതി. പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല. ഇവിടെ കുറുക്ക് വഴികളില്ലേ? ഇല്ല. പാതയിൽ ഇറങ്ങി നിൽക്കൂ. ആ പാതയിൽ ഇതിങ്ങനെ പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, മഴ പോലെ പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അവൻ വായി തുറന്നാൽ അത് വരികയല്ലേ. പണ്ട് ഗോത്രപിതാക്കന്മാർ മുഖാന്തരോ പ്രവാചകന്മാർ മുഖാന്തരോ പറഞ്ഞതുപോലെയല്ല. അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം അവന്റെ ആത്മാവിനാൽ ഇപ്പോൾ അവൻ നമ്മെ സത്യോപദേശത്തിൽ, അങ്ങനെ പറയും ഒരു വാക്കോടെയുണ്ട്, പത്യോപദേശം, സൗണ്ട് ഡോക്ട്രിൻ. ഉപദേശമുണ്ട്, പത്യോപദേശമുണ്ട്. എന്തെങ്കിലും ഒരു ഉപദേശം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് ക്ലിയർ ആകണമെന്നില്ല, ക്ലാരിറ്റി ഉണ്ടാകണമെന്നില്ല. എന്നാൽ ഇതിനകത്തേക്ക് പരിശുദ്ധാത്മാവിനാൽ കടന്നാൽ ക്വാളിറ്റിയുള്ള ഉപദേശത്തിന്റെ തെളിവ് നമുക്ക് വെളിപ്പെടും. അതിന് ഈ പാതയിലേക്ക് കടന്നു വരണം, മടങ്ങി വരണം. പ്രവാസത്തിൽ കിടക്കുന്നവരെ, പാളയത്തിൽ പ്രവാസത്തിൽ കിടക്കുന്നവരെ, പാളയത്തിന്റെ സുഖങ്ങൾ നുകരുന്നവരെ, പാളയത്തിൽ കിടന്ന് വിലപിക്കുന്നുണ്ട് അനേകർ. ഞങ്ങൾക്കും ഒന്നറിഞ്ഞാൽ കൊള്ളാം കാര്യങ്ങൾ. നോ രക്ഷ. പാളയത്തിൽ ഇത് പൊഴിയത്തില്ലയോ? ഇല്ല. സഹോദരങ്ങളെ, പാളയത്തിൽ ഈ മഴ പെയ്യത്തില്ല. അവിടെ അനുഗ്രഹത്തിന്റെ മഴയായിരിക്കും പെയ്യുന്നത്. ഉപദേശത്തിന്റെ തെളിമയുള്ള മഴ പെയ്യണമെങ്കിൽ ഇറങ്ങി വാ, സഞ്ചാരത്തോടെ ഇറങ്ങി വാ. ഒറ്റപ്പെടാൻ തയ്യാറാണ്. ഞാൻ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ, ഞാൻ മൂലം അനേക രക്ഷപ്പെടുമെങ്കിൽ പെടട്ടെ. കം ബാക്ക്, കം ഓൺ ചർച്ച്. ഒറ്റയ്ക്ക് നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. എന്നാൽ ഞാൻ ഒറ്റയ്ക്കല്ല. സാക്ഷികളുടെ ഒരു സമൂഹം എന്റെ ചുറ്റും നിൽക്കുന്നത് ഞാൻ കാണുന്നു. പലപ്പോഴും ചിലപ്പോഴും ഞാൻ ഒറ്റയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും അത് വെറും തോന്നൽ. ആധികാരികമായി പറഞ്ഞാൽ ഞാൻ ഒറ്റയല്ല. പ്രിയൻ എന്നോടുകൂടെ ഈ സ്വരം കേട്ട് ഈ പാതയിൽ ഈ മഴ രുചിക്കുന്ന അനേകർ എന്റെ ചുറ്റുമുണ്ട്. സാക്ഷികളുടെ ഒരു സമൂഹം. ഇങ്ങനെ പൊഴിയുന്ന ഉപദേശത്തിന്റെ അടിത്തറയുള്ള വചനങ്ങളെ നമ്മെ
ലക്ഷ്യത്തിൽ സിയോനിൽ എത്തിക്കത്തുള്ളൂ. അതിന്റെ കാരണം ഞാനിവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം, എക്സോഡസ് ചാപ്റ്റർ 12:9, പുറപ്പാട് പുസ്തകം 12:9 ഒരു കാര്യം ഓർമ്മ വരുന്നു. തലയും കാലും അന്തർഭാഗങ്ങളുമായി തീയിൽ ചുട്ടിട്ടില്ലാതെ പച്ചയായിട്ടോ വെള്ളത്തിൽ പുഴുങ്ങിയതായിട്ടോ തിന്നരുത്. അരുതേ, അരുതേ, പുഴുങ്ങിയ മാംസം തിന്നരുത്, തീയിൽ ചുട്ടു തിന്നണം. ദൈവത്തിന്റെ വചനമാകുന്ന മാംസം, എന്റെ മാംസം പരിശുദ്ധാത്മാവിന്റെ അഗ്നിയിൽ കത്തിച്ച്, പരിശുദ്ധാത്മാവിന്റെ അഗ്നിയിൽ ചുട്ടുഭക്ഷിക്കണം. ചുട്ടുഭക്ഷിച്ച ഉപദേശിമാർ വന്ന് പ്രസംഗിക്കണം. വെള്ളത്തിൽ പുഴുങ്ങരുത്. പുഴുങ്ങിയാൽ ഇറച്ചി എന്താകും? പുഴുങ്ങിയാൽ തീർക്കും. വെള്ളത്തിൽ ഇറച്ചിയിട്ടാൽ എന്താകും? പുഴുങ്ങിയ ഇറച്ചി എന്താകും? അറിവ് ചീർപ്പിക്കുന്നു. ആ കോളേജിൽ പഠിച്ചു, ഈ കോളേജിൽ പഠിച്ചു, മറ്റേ കോളേജിൽ പഠിച്ചു, എല്ലാ കോളേജിലും പഠിച്ചു, പക്ഷേ അറിവ് ചീർപ്പിക്കും. തീയിൽ ചുടാതെ ഇങ്ങനെ പുഴുങ്ങി വേവിച്ച് കഴിക്കുന്നതെല്ലാം അത് ചീർപ്പിക്കും. അത് ജീവനാകത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്നു മുതൽ ഭക്ഷണ രീതി മാറ്റണം. വിശുദ്ധന്മാരുടെ ഭക്ഷണ രീതി മാറ്റണം. ഡയറ്റ് തീയിൽ ചുട്ടു മാത്രം കഴിക്കണം. അങ്ങനെ കഴിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനെയും പ്രാപിക്കണം. അങ്ങനെ പ്രാപിക്കണമെങ്കിൽ മോളെ ഇനിയിപ്പോ നേഴ്സ് ആക്കിയാലും ആക്കിയില്ലേലും എഞ്ചിനീയർ ആക്കിയാലും ആക്കിയില്ലേലും തീയിൽ ചുട്ട് നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ മക്കളെല്ലാം കരുത്തുള്ളവരാകും. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ബാംഗ്ലൂരിലേക്ക് അയക്കാം, ധൈര്യമായി അയക്കാം. അങ്ങനെ ആ കരുത്ത് വന്നില്ലെങ്കിൽ മോളെ അയക്കല്ലേ, പോക്ക. അങ്ങനെ പറയുന്നോണ്ട് വിരോധമുണ്ടോ? ഈ മാംസം തീയിൽ ചുട്ട് മക്കൾ കഴിച്ച് ബലം പ്രാപിച്ച് അങ്ങനെയാണ് അവരുടെ സഞ്ചാരമെന്ന് മനസ്സിലാക്കിയാൽ അവരെ അയക്കൂ. അവർക്ക് ABCD അറിയില്ലേ, അവരെ അയച്ചാ പോക്കാം. എനിക്കൊന്നും തെളിച്ച് പറയാൻ മേലാത്ത പോലെ എസക്കിയേൽ പറയുന്ന പോലെ എന്റെ നാവ് അണ്ണാക്കോട് പറ്റി പോകുന്നു. എങ്ങനെ തെളിച്ച് പറയും? അങ്ങനെ പറയാൻ പറ്റത്തില്ല, മറ നീക്കാൻ പറ്റത്തില്ല. അതുപോലെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പരിപാടികളെല്ലാം. വിലാപം എന്താണെന്ന് ചോദിച്ചാൽ നരച്ച തലകളെല്ലാം ഇപ്പോ ഉണ്ട്. ഇതിനെല്ലാം ഒരു പരിധിയുണ്ട്. 70 ഏറിയാൽ 80. ദൈവത്തിന്റെ പ്രമാണം തെറ്റിക്കാൻ നമുക്കാർക്കും പെർമിറ്റില്ല. പിന്നെ എന്ത് ചെയ്യും നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളും ഈ പാതയിൽ ഇറങ്ങി നിന്ന് ഈ മഴ അനുഭവിക്കുന്നില്ല. അടുത്ത തലമുറയ്ക്ക് നാം എന്ത് പറഞ്ഞു കൊടുക്കും? നമുക്ക് എന്ത് പറയാനുണ്ട്? നമ്മൾ പറയും അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം നമ്മെ അനുഗ്രഹിക്കും. അത് പറഞ്ഞപ്പോൾ ഒരാളോട് ഈ തൃശ്ശൂരുള്ള കൈക്ക് ഇത്തിരി സ്വാധീനമില്ലാത്തൊരു ഉപദേശി എനിക്ക് വേണ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ മിസ്ഗൈഡ് ചെയ്യാൻ ശ്രമിച്ചു. പേര് പറഞ്ഞില്ല. ഇത്രയും പറയണം, പറഞ്ഞേ വെക്കൂ. നേരം വെളുക്കുന്നതിന് മുമ്പ് അവന്റെ വീട്ടിൽ വന്ന് പറയാണ്, ആ ചെറുപ്പക്കാരനോട് പറയാണ്, നമ്മൾ പഠിപ്പിക്കുന്ന ചെറുപ്പക്കാരൻ, അബ്രഹാമിന്റെ അനുഗ്രഹം വരില്ലെന്ന് നീ ഈ നാട്ടിലൊക്കെ പറയുന്നോ എന്ന് ചോദിച്ചു. അവൻ നേരം വെളുത്ത് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റോട്ട് 6 മണി സമയത്തും കണ്ട് അവനെ പേടിപ്പിച്ച് കളഞ്ഞു പുള്ളി 1-1.5 മണിക്കൂർ. അപ്പൊ അവൻ തിരിച്ചു കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ നീ ആരോടാ സംസാരിക്കുന്നതെന്ന് അറിയാമെന്ന് ചോദിച്ചു. അതേ എത്രയോ വലിയ പരിപാടിയൊക്കെ ഉള്ള ആളെ ലാപ്ടോപ്പും കൊണ്ടൊക്കെ എപ്പോഴും നടക്കുന്നത്. ബ്രദറെ എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. ബ്രദറെ എന്ന് വിളിച്ചപ്പോ തീർന്നു. സുഖിൽ അതേ 1.5 മണിക്കൂർ അവനോട് വേദം ഓതാൻ ചെന്നു. ഇതുപോലെ തീയിൽ ചുട്ട് തീക്കകത്ത് കാര്യങ്ങൾ മനസ്സിലാക്കിയവനോട് വേദം ഓതാൻ ചെന്നിരിക്കുന്നു. അബ്രഹാമിന്റെ അനുഗ്രഹം. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, ഇനി വന്നാൽ ചോദിക്ക്, അബ്രഹാമിന് 318 അഭ്യാസികൾ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഗുണ്ടകൾ ഉണ്ടായിരുന്നു. അത് നമുക്കും പ്രാർത്ഥിച്ച് വാങ്ങാവോ എന്ന് പുള്ളിയോടൊന്ന് ചോദിക്കാൻ പറഞ്ഞു. അബ്രഹാമിന് എല്ലാം ദൈവം കൊടുത്തല്ലോ, അപ്പൊ അതും നമുക്ക് വാങ്ങാമല്ലോ. ഉപദേശം വ്യാഖ്യാനം അറിയാതെ വ്യാഖ്യാനിച്ച് ജനത്തെ വഞ്ചിക്കുന്നു. നമ്മെ വിളിച്ച വിളിയുടെ ആഴം തിരിച്ചറിയുന്നില്ല. നാം എത്ര ആഴമേറിയൊരു വിളി നമ്മുടെ മേൽ വന്നിരിക്കുന്നു. ആ വിളിയുടെ തെളിമ നമുക്ക് കിട്ടുന്നില്ല ഇപ്പോൾ. 1 പത്രോസ് 1-ാം അധ്യായം 3, 4, 5 വാക്യങ്ങൾ. 1 Peter chapter 1 verse 3, 4, 5. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യപ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രിയരേ, നമുക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, മാട്ടം എന്നിവയില്ലാത്തതുമായ ഓട്ടവും വാട്ടവും ഒന്നും ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. നല്ലൊരു അവകാശത്തിനായി നമ്മെ ജനിപ്പിച്ച് നിർത്തിയിരിക്കുന്നു. ആ അവകാശത്തിന്റെ ആഴം, വിളിയുടെയും തെരഞ്ഞെടുപ്പിന്റെയും ആഴം ഒന്നുകൂടെ വായിക്കാം.
യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം. ജെയിംസ് ചാപ്റ്റർ 2:5. പ്രിയ സഹോദരന്മാരെ കേൾപ്പീൻ, ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന്റെ അവകാശികളും ആകേണ്ടതിന് തിരഞ്ഞെടുത്തില്ലയോ? നിങ്ങളോ ദരിദ്രനെ അപമാനിച്ചിരിക്കുന്നു. നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നതിന്റെ ഏറ്റവും ആഴയുടെ യാക്കോബ് പറയുകയാണ്. എന്തിനാണ്? ആത്മീക ദാരിദ്ര്യത്തിൽ പാപ്പരത്വത്തിൽ കിടക്കുന്ന നമ്മെ ആത്മീക സമ്പന്നതയിലേക്ക് നടത്താനും, പിന്നെ ദൈവം വിഭാവനം ചെയ്ത രാജ്യം, പുത്രന്റെ രാജ്യം, ആ രാജ്യം നാം അവകാശമാക്കുന്നവരുടെ ഗണത്തിലാകുവാനും ആ ബോധ്യം നമുക്ക് വരണമെങ്കിൽ ഈ പഴയ പാതയിൽ വരണം. ദൈവത്തിന്റെ വചനമാണ് നമ്മെ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും ആ പാതയിൽ വന്നെങ്കിലേ കാര്യം മനസ്സിലാകൂ. ആ പാതയിലെ ഇങ്ങനത്തെ പ്രസംഗമുള്ളൂ. ആ പാതയിലൂടെ സഞ്ചരിക്കുന്നവർ മാത്രം, അവരൊരു ചുരുക്കമാണ്, റംനന്റ് ആണ്. നിങ്ങൾ ഭൂരിപക്ഷത്തിന്റെ അടുക്കളയിൽ സ്വരം കേൾക്കാൻ പോയാൽ കിട്ടത്തില്ല. കൺഫ്യൂസിയല്ലേ? ഈ പഴയ പാതയിൽ ഒരു ചെറിയ ഗ്രൂപ്പേ ഉള്ളൂ. തന്നെ ധരിച്ചു നിൽക്കുന്ന ഒരു റംനന്റ്, ഒരു ശേഷിപ്പ്. അവരോട് ചേർന്ന് നിന്ന് ഉപദേശം പഠിക്ക്. ഉപദേശം വായിച്ചു. നാം ആത്മീകത്തിൽ സമ്പന്നനാകണം. നിന്റെ നിക്ഷേപം ഭൂമിയിലാകരുത്, നിന്റെ നിക്ഷേപം ഉയരത്തിലാകണം. നീ ആത്മീക സമ്പന്നനാകണം. ദൈവരാജ്യത്തിന്റെ മൂലയ്ക്ക് കയറി എന്ന് പറഞ്ഞ് അവസാനിക്കല്ലേ. ദൈവരാജ്യം സമൃദ്ധിയായി അനുഭവിക്കണം. ഇനി എന്തിനാ നമ്മൾ ബന്ധുക്കോസി വന്നത്? ചക്കയും മാങ്ങയൊക്കെ മേടിക്കാനാ? അങ്ങനെയാണെങ്കിൽ അനിൽ അംബാനിയുടെയും മുകേഷ് അംബാനിയുടെയും ദൈവത്തെ വിളിക്കേണ്ട സമയമായി. അവനെ പോലെ കോടീശ്വരന് ഇവിടെ ആരുമില്ല, ഒരു ബന്ധുക്കോസുകാരനുമില്ല. നാം വിളിക്കേണ്ടത് അവന്റെ ദൈവത്തെയാ. ഒടുവിൽ നരകം, അവന്റെ വഴിയെ പോയ ഒടുവിൽ നരകം. എന്നാൽ ഇന്ന് പകൽ നാം വായിച്ചു, മടങ്ങി വരിക, കംപാക്ട്, മടങ്ങി വരിക, പഴയ പാതയിലേക്ക് മടങ്ങി വരിക. കോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ മടക്കി വരുത്തണമേ. ഉപദേശം. ജോൺ ചാപ്റ്റർ 12, യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം, അതിന്റെ 25-ഉം 26-ഉം വാക്യങ്ങൾ. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. യേശു പറയുന്നു. വായിക്കും. ഇഹലോകത്തിൽ തന്റെ ജീവനെ സഹിക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ഇരിക്കുന്നയിടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. ഇതങ്ങനെ വായിച്ചാൽ മനസ്സിലാകില്ല. ഇത് തീ വെളിപ്പെട്ടാലാ ഇതിന്റെ പൊരുൾ തിരിയത്തുള്ളൂ സഹോദരങ്ങളെ. ഇത് വായിച്ചാൽ നമുക്കൊരു വചനമായിട്ട് തോന്നും, പക്ഷെ ഇതിനകത്ത് ചില മർമ്മങ്ങളുണ്ട്. 26-ാം വാക്യം നിർത്തി ഒന്നുകൂടെ വായിച്ചല്ലോ. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ശുശ്രൂഷകന്മാരായ പ്രിയപ്പെട്ടവർ, ശുശ്രൂഷയിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ, അങ്ങനെയുള്ള വിവിധ നിലകളിലുള്ളവർ ഇതിനകത്തുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണം ഒന്നുകൂടെ. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ആർക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ? സംഘടനയ്ക്ക് വേണ്ടി കുഴലൂത്തുന്നവന്റെ കാര്യമല്ല. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കണം. അങ്ങനെ പറഞ്ഞാലും മനസ്സിലാവില്ല. ഞാനിപ്പോ എവിടെയാ? എന്റെ ശുശ്രൂഷകൻ എന്നെ അനുഗമിക്കണം. ഈ ഞാനെന്ന് പറയുന്ന കർത്താവ് ഇപ്പൊ എവിടെയാ? അവൻ പാളയത്തിലാണോ പാളയത്തിന് വെളിയിലാണോ? അവനിപ്പോൾ പാളയത്തിന് വെളിയിലാണ്. അവൻ വാതിലിന് വെളിയിലാണ്. അവൻ അകത്തല്ല, അവൻ വാതിലിന് വെളിയിലാണ്. ലൗഡീഷ്യൻ ചർച്ച് കേൾക്കുക. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അപ്പൊ അനുഗമിക്കണമെങ്കിൽ ഇനി ആ പേജ് വിടാതെ 1 പത്രോസ് 2:21, 1 Peter chapter 2:31, 1 പത്രോസ് 2:21. അതിനായിട്ടല്ലേ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവന്റെ കാഴ്ചയുടെ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നു. അവനൊരു മാതൃക വെച്ചു പോയിരിക്കുന്നു. ഒരു കാഴ്ചയോടെ പിന്തുടരുവാൻ നമ്മുടെ റോൾ മോഡൽ. അവനൊരു പാത ഒരുക്കിയിരിക്കുന്നു. അവൻ പോയ പാത ഇനി മടങ്ങിവാ, വീണ്ടും മടങ്ങിവാ. ദൈവസഭയെ മടങ്ങിവാ. യോഹന്നാൻ, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഈ പാതയിലൂടെ മാത്രം അനുഗമിച്ചാൽ മതി കേട്ടോ. അനുഗമിക്കട്ടെ. ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. ഞാൻ ഇരിക്കുന്നിടത്ത് ഇരിക്കാൻ എല്ലാവർക്കും കൊതിയുണ്ട്. അത് ഗ്ലോറി, ഹല്ലേലൂയ, ആമേൻ.
അതിനൊന്നും വിരോധമില്ല. ഇരുത്താം, സൗകര്യങ്ങളെ ഇരുത്താം. ഒരു കുഴപ്പമുണ്ട്. എന്താ കുഴപ്പം? മുകളിലുള്ള വരി ഒന്നുകൂടെ വായിച്ച് കേൾപ്പിച്ച്. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ. ഇന്ന് നല്ല ചൂടുണ്ടെന്ന് തോന്നുന്നു, നല്ല ടഫായി ഈ വചനമൊക്കെ. ഇതങ്ങനെ അങ്ങ് അകത്തേക്ക് കയറാൻ പാടാ. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. എന്നെ അനുഗമിക്കട്ടെ എന്ന് പറഞ്ഞാലും തീരില്ല. ആദ്യം പറഞ്ഞത് കൂടെ കണക്ട് ചെയ്യണം. ആ പോയ പാത, ആ പാതയിലൂടെ മാത്രം വന്ന് എന്റെ പിറകെ വരിക. അങ്ങനെ അനുഗമിച്ചാൽ ഞാൻ അവനെ എന്ത് ചെയ്യും? അടുത്ത വഴി. ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. സന്തോഷം. അപ്പൊ ഈ പ്രസംഗിക്കുന്ന ഞാനും വായിക്കുന്ന എന്റെ സഹോദരനും കേൾക്കുന്ന നിങ്ങളും നമ്മളെല്ലാം ഇങ്ങനെ പോയെങ്കിലേ വരത്തുള്ളൂ. അല്ലെങ്കിൽ ആ ഇരിക്കുന്ന ഇടത്ത് എത്താൻ ഇത്തിരി പാടായിരിക്കും. ഇത്തിരി കട്ടിയല്ലേ? എന്ത് ചെയ്യാൻ പറ്റും? ഇതെങ്ങനെ ഡൈലൂട്ട് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഒന്നുകൂടെ വായിക്കും. 25 വാക്യം. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ ഒരു കാലത്ത് ഈ വഴിക്ക് വരത്തില്ല. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ ഈ പാതയിലൂടെ പോകുമോ? അവന്റെ ഭാര്യ തന്നെ പറയും, അച്ചായ വെറുതെ കാലയിലും ഉള്ളു കൊള്ളിക്കണ്ട, മോള് ഓർത്തോ 10ന് നിൽക്കുക, അടുത്ത കൊല്ലം +2 പോകേണ്ടതാ, അല്ലെങ്കിൽ വേണ്ട, മോള് +2 കഴിഞ്ഞു, ഇത് 3ാം കൊല്ലം, ഇവിടെ ട്രാൻസ്ഫർ എപ്പോ വരുമെന്ന് അറിയാൻ മേല, പെണ്ണിന് നേഴ്സിങ്ങിനോ എഞ്ചിനീയറിങ്ങിനോ വിടേണ്ടതാ. അന്നേരം ത്രോണി പാത്ത്, ജീവനെ കളയുക, അവൻ പോയ പാത, വേണ്ടാത്ത കൊല്ലാപ്പൊന്നും വേണ്ട. അത്ര എക്സ്ട്രീം ഒന്നും ആകണ്ട. എന്റെ പിതാവിന്റെ ഭവനത്തിൽ ഒത്തിരി കസേരകളുണ്ടെന്നാണല്ലോ അങ്ങനെ ഒരാൾ നാളെ പറഞ്ഞു. അങ്ങനെ ഒത്തിരി കസേരകളൊന്നുമില്ല, അവിടെ ഒരു കസേരയേ ഉള്ളൂ, ഒരു സിംഹാസനം. ഒന്നുകൂടെ വായിച്ചാണ്. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. ഇഹലോകത്തിൽ തന്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എത്ര മനോഹരമായ തീയിൽ ചുട്ട് സ്ഫുടം ചെയ്ത ഉപദേശത്തിന്റെ തെളിമയുള്ള, ഘനമുള്ള, കാമ്പുള്ള, ഉൾക്കാമ്പുള്ള വചനം. ഇത് നമ്മുടെ ഉള്ളിൽ നടുവാൻ, ഇംപ്ലാന്റ് ചെയ്യുവാൻ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. ഈ വചനം എന്നിലേക്ക്, എന്റെ ഉള്ളിൽ രജിസ്റ്റർ ചെയ്യണമേ, അകത്ത് എഴുതണമേ, ആ ആണി കൊണ്ട് എഴുതുന്നത് പോലെ എഴുതണമേ എന്ന് ആഗ്രഹത്തോടെ ഇരിക്കുമെങ്കിൽ സ്വർഗം കൈപിടിച്ച് ഈ പാതയിൽ നിങ്ങളെയും കൊണ്ടുവരും. എന്നെ അനുഗമിക്കുന്നവൻ ഞാൻ പോയ പാതയിലൂടെ വരണം. ആ പാതയിലൂടെ വരുമ്പോഴാണ് ഉത്തമഗീതം 8-ാം അധ്യായം 5-ാം വാക്യം. ഉത്തമഗീതം 8-ാം അധ്യായം 5-ാം വാക്യം. Songs of Solomon chapter 8 verse 5. ഞാൻ തന്നെ വായിക്കാം. മരുഭൂമിയിൽ നിന്ന് തന്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നവരിവളാ, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ. എന്തെന്നാ യോഹന്നാനിൽ? എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. ഞാനിപ്പോൾ എവിടെയാ? മരുഭൂമിയിൽ തന്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നവരിവൾ. അങ്ങനെ ഒരു അനുഭവത്തിലൂടെ പോകാൻ വിളിക്കപ്പെട്ട നാം ആണിന്ന് വീൽ ചെയർ കൊടുക്കലും, തയ്യൽ മെഷീൻ കൊടുക്കലും, പിന്നെ സോപ്പും ചീപ്പും കണ്ണാടിയും ഒക്കെ കൊടുത്ത്, അതിന്റെ ഫോട്ടോയും എടുത്ത്, അതും കൊടുത്ത് ഇതും കൊടുത്ത്, ആ പരിപാടി ഈ പരിപാടിയൊക്കെ ചെയ്ത് നേരം പോക്ക് കളിക്കുകയാ. പിന്നെ എങ്ങനെ ഉപദേശം പൊഴിയും, വചനമറിയും? മരുഭൂമിയിൽ നിന്ന് തന്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നവരിവളോ. ശുശ്രൂഷകന്മാരുടെ ശുശ്രൂഷയുടെ ശൈലി നോക്കി. അവനിൽ ചാരിയല്ലേ ശുശ്രൂഷകൾ പോകുന്നത്, അല്ലെങ്കിൽ അവനിലല്ലേ ശുശ്രൂഷ? അതിനൊരു വെളിപ്പാടിന്റെ വചനം ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം. മാർക്കോസ് 16:19-20, മാർക്ക് 16:19-20. ഈ വായിച്ച 3 വാക്യങ്ങളും കണക്ട് ചെയ്ത് നിങ്ങൾ അതിന്റെ ഉത്തരത്തിലേക്ക് കിടക്കണം. മാർക്ക് 16:19-20. ഇങ്ങനെ കർത്താവായ യേശു അവരോട് അരുളി ചെയ്ത ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. സ്വർഗത്തിലേക്ക് അവൻ കരേറിപ്പോയി. ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നു. ഇപ്പോൾ അവൻ എവിടെയാണോ വായിച്ചത്? ദൈവത്തിന്റെ വലഭാഗത്തിരിക്കുന്നു. എന്നിട്ട് അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. ആ പേജ് മറയ്ക്കാതെ കൊലേസ് ലേഖനം 2:20 എടുക്കണം. ആ പേജ് വിട്ടുകളയാതെ കൊലേഷ്യൻസ് 2:20, കൊലേസ് ലേഖനം 2:20. ഞങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിന്റെ ആദ്യപാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചു എങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പിൽ വരണമെങ്കിലുള്ള പ്രാഥമികമായ പടികളായി ഇതൊക്കെ. മരണം, ഞാൻ ദിവസേന മരിച്ചു എങ്കിൽ 3-ാം അധ്യായം 1-ാം വാക്യം. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ. മരിച്ചാലല്ലേ ഉയർക്കാൻ പറ്റത്തുള്ളൂ. ഉയർപ്പിൻ ശക്തി നമ്മിൽ വ്യാപരിക്കണമെങ്കിൽ മരണം. ദിവസേന ലോകത്തിന് മരിക്കണം, മോഹങ്ങൾക്ക് വേണ്ടി മരിക്കണം. അത് നമ്മിൽ വാഴരുത്, ജഡം നമ്മിൽ വാഴരുത്.
ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. ഇപ്പോൾ ക്രിസ്തു എവിടെയാണ്? അവന്റെ ശുശ്രൂഷ എവിടെയാണ്? ക്രിസ്തു ക്രൂശിലിരിക്കുകയാണോ? ഇപ്പോ അവൻ പിതാവിന്റെ വലഭാഗത്തിരിക്കുകയാണ്. അവിടെയാണ് അവന്റെ ശുശ്രൂഷ ഇപ്പോൾ. ഇനി മർക്കോസ് 16:19-20, മാർക്ക് 16:19-20. യേശു പിതാവിന്റെ വലഭാഗത്ത്, അവൻ ഉയരത്തിൽ, അവൻ ഹെവൻലി റെലംസിൽ. ഇങ്ങനെ കർത്താവായ യേശു അവരോട് അരുളി ചെയ്ത ശേഷം, തന്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്ത ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നു. അവർ പുറപ്പെട്ടു. അവിടെ നിൽക്കട്ടെ. അത്രയും കാര്യം നാം കേട്ടു. ഇനി അടുത്ത സെക്ഷനായിട്ട് മനസ്സിലാക്കണം. ഇതെല്ലാം കഴിഞ്ഞ് ശിഷ്യന്മാർ അവർ പുറപ്പെട്ടു, എല്ലായിടത്തും പ്രസംഗിച്ചു. യെരുശലേമിലും യഹൂദയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം പിന്നത്തേതിൽ അവർ പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചു പോന്നു. കർത്താവ് മുക്കുവന്മാരോട് കൂടെ നിന്ന് പ്രവർത്തിച്ചു. അവർ ശരീരം കണ്ട് ഭൂമിയിലായിരുന്നെങ്കിലും ആത്മനിലയിൽ അവർ ഉയർന്ന തലത്തിലായിരുന്നു. അവർ ഹെവൻലി റെലംസിലായിരുന്നു. അതൊരു താഴ്ന്ന അനുഭവമായിരുന്നില്ല. യേശുവിനോട് കൂടിയുള്ള ആ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, ആ ഭയങ്കരമായ ബന്ധം, ആ ബന്ധം മുക്കുവന്മാരെ ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരാക്കി. അവർ ഭൂമിയിലുള്ളത് അന്വേഷിച്ചില്ല. മുക്കുവന്മാർ ഭൂമിയിലുള്ളത് അന്വേഷിച്ചില്ല. മുക്കുവന്മാരുടെ അഭിഷേകം, ആ അഭിഷേകമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത്. മുക്കുവന്മാരുടെ മേൽ പകർന്ന അഭിഷേകം സംഘടനയുടെ അഭിഷേകമല്ല. മുക്കുവന്മാരുടെ മേൽ പകർന്ന അഭിഷേകം, ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന അഭിഷേകം. കാരണം ഞാൻ അവനോട് കൂടെ ഇരിക്കുന്നു. ഉയർപ്പിൻ ശക്തി, അവൻ കൂടെ ഇരുന്ന് അവൻ തന്നെ ജനത്തെ ശുശ്രൂഷിക്കുന്നു. ഞാൻ ഒരു ഉപകരണം. ഞാൻ ക്രൂശിൽ മറയുന്നു. ഞാൻ അങ്ങ് മറഞ്ഞു പോകുന്നു, ശുശ്രൂഷകൻ. ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്കും തോന്നാം, കുറച്ചു കാലം കൊണ്ട് എങ്ങനെയാ ഉപദേശിച്ച് ഇത്രയും വചനങ്ങൾ കുറിപ്പ് പോലും ഇല്ലാതെ 6-7 സെക്ഷൻ വചനം പ്രസംഗിക്കുന്നത് ഇത് എങ്ങനെ ഒക്കുന്നു എന്ന് എന്നോട് ഒത്തിരി പേര് ചോദിക്കാറുണ്ട്. 7 സെക്ഷനൊക്കെ നിന്ന് 2 പേജെങ്കിലും കുറഞ്ഞത് അവർ വചനം എഴുതിയെടുക്കാറുണ്ട്. ഈ 2 പേജ് വചനമൊക്കെ എഴുതിയെടുക്കണമെങ്കിൽ ഇതെങ്ങനെ പറ്റുന്നു? ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയാം. പഠിക്കുന്ന കാലത്ത് എനിക്ക് മാത്തമാറ്റിക്സിന് ഇങ്ങനെ റൗണ്ട് ഉള്ളൊരു സാധനമാക്കി കിട്ടിക്കൊണ്ടിരുന്നത്. പഠിക്കുന്ന കാലത്ത് എനിക്ക് എത്ര കൂട്ടിയാലും അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റാത്ത രീതിയിൽ ഒരു വട്ടത്തിലുള്ള സാധനം. പരിശുദ്ധാത്മാഭിഷേകം, മുക്കുവന്മാരുടെ മേൽ പകർന്ന അഭിഷേകം എന്റെ മേൽ വന്നതിന് ശേഷം ഈ പേജുകളൊക്കെ എന്റെ മുമ്പ് ആകെ ഇങ്ങനെ വരും. ഞാൻ മറന്നു പോകുന്ന കാര്യങ്ങൾ പോലും എന്നെ റിമൈൻഡ് ചെയ്യും പരിശുദ്ധാത്മാവ്. അങ്ങനെ വരാനുണ്ടായ കാരണവും കൂടി ഒന്ന് കേൾപ്പിച്ച് അവസാനിപ്പിക്കാം. സമയം പോയി. ആർക്കും നിൽക്കാതെ ഈ സാധനം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അല്പസമയം, ചില നിമിഷങ്ങൾ ഇതെങ്ങനെ ഒക്കുന്നു എന്നൊന്ന് പറഞ്ഞു കേൾപ്പിക്കാം. യെഹെസ്കേൽ 8:1, യെഹെസ്കേൽ 8:1-2, എസെക്കിയേൽ ചാപ്റ്റർ 8:1-2. 6-ാം ആണ്ട് 6-ാം മാസം 5-ാം തീയതി ഞാൻ വീട്ടിലിരിക്കുകയും യഹൂദാ മൂപ്പന്മാർ എന്റെ മുമ്പിലിരിക്കുകയും ചെയ്തപ്പോൾ. മതി. 6-ാം ആണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ. 9-ാം വർഷം, പിന്നെ 4-ാം വർഷം, 6-ാം വർഷം, 2-ാം വർഷം എന്നൊക്കെ കുറെ വർഷം പറഞ്ഞല്ലോ. അതുപോലെ ഇവിടെ കുറെ വർഷത്തിന്റെ കണക്ക് പറഞ്ഞു. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട. ഇനി കാര്യം പറയാൻ പോവാം. 2 മുതൽ അങ്ങ് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ഞാൻ മനുഷ്യ സാദൃശ്യത്തിൽ ഒരു രൂപം കണ്ടു. അവന്റെ അര മുതൽ കീഴോട്ട് തീ പോലെയും അര മുതൽ മേലോട്ട് ശുക്രസ്വർണത്തിന്റെ പ്രഭ പോലെയുമായിരുന്നു. അവൻ കൈ പോലെ ഒന്ന് നീട്ടി എന്നെ തലമുടിക്ക് പിടിച്ചു. ആത്മാവ് എന്നെ ഭൂമിയുടെയും ആകാശത്തിന്റെയും മധ്യേ ഉയർത്തി ദിവ്യ ദർശനങ്ങളിൽ യെരുശലേമിൽ വടക്കോട്ടുള്ള അകത്തെ വാതിൽക്കൽ കൊണ്ടുചെന്നു. അവിടെ തീഷ്ണത ജനിപ്പിക്കുന്ന തീഷ്ണതാബിംബത്തിന്റെ ഇരിപ്പിടമുണ്ടായിരുന്നു. ഇനി 1-ാം വാക്യം ഒന്നുകൂടെ വായിച്ചു. 6-ാം ആണ്ട് 6-ാം മാസം 5-ാം തീയതി ഞാൻ വീട്ടിലിരിക്കുകയും യഹൂദാ മൂപ്പന്മാർ എന്റെ മുമ്പിലിരിക്കുകയും ചെയ്തപ്പോൾ അവിടെ യഹോവയായ കർത്താവിന്റെ കൈ എന്റെ മേൽ വന്നു. 6-ാം മാസം 5-ാം തീയതി കർത്താവിന്റെ ദാസൻ വിലപ്പെട്ടവൻ യെഹെസ്കേൽ തന്റെ വീട്ടിന്റെ മുൻപിലിരുന്നപ്പോൾ ഇസ്രായേലിലെ പ്രമാണിമാരും കേമന്മാരും ആയവരെല്ലാം അവന്റെ മുമ്പിലും ഇരുന്നു. അവിടെ ഇരുന്ന് വെയിൽ കായുകയാണോ, കഥ പറയുകയാണോ, അടുത്ത മാസത്തെ ഇലക്ഷന്റെ കോപ്പ് കൂട്ടുകയാണോ, ഇതൊന്നും നമുക്കറിയില്ല. അതൊന്നും എഴുതിയിട്ടില്ല. അവിടെ അടുത്ത് നടക്കാൻ പോകുന്ന കാര്യപരിപാടികളൊന്നും അവിടെ എഴുതിയിട്ടില്ല. എന്നാൽ അവരുടെ നടുവിൽ ഇരുന്നപ്പോൾ യെഹെസ്കേൽ ഒരു ദിവ്യ ദർശനവും കണ്ടില്ല. 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം കാണുന്നത്, അവൻ കൈ പോലെ ഒന്ന് നീട്ടി എന്റെ തലമുടിക്ക് പിടിച്ച് ആത്മാവ് എന്നെ ഭൂമിയുടെയും ആകാശത്തിന്റെയും മധ്യത്തിൽ നിർത്തി.
തലമുടിയെ പിടിച്ച് ഭൂമിക്കും ആകാശത്തിനും മധ്യത്തിൽ, അതിന് നമ്മുടെ നാട്ടിൽ പറയുന്ന പേരാണ് ഏറി നിർത്തുക. ഏറിലേക്ക് കൊണ്ടുപോകുക. താഴെ പ്രമാണിമാരെല്ലാം ഇരിക്കുക, മൂപ്പന്മാരും കേമന്മാരും സകല പുള്ളികളും, നാഷണലും ഇന്റർനാഷണലും സെന്ററും ഡിവിഷനും അതും ഇതും എല്ലാം താഴെ ഇരിക്കുക. അവരുടെ കൂടെ ഇരുന്ന കാലത്ത് ഒരു ദർശനവും ഇല്ല. ഉൽപ്പത്തി പുസ്തകം കഴിഞ്ഞാൽ അടുത്ത പുസ്തകം ചിലപ്പോൾ വെളിപ്പാടാന്ന് പറഞ്ഞു കളയും. എന്നാൽ അതിന്റെ നടുവിൽ നിന്നങ്ങ് പൊക്കി എയറിലേക്ക്, ലെഫ്റ്റും ഇല്ല റൈറ്റും ഇല്ല ഫ്രണ്ടും ഇല്ല ബാക്കിയുമില്ല, ആരുമില്ല സഹായത്തിന്, വിളിക്കാനുമില്ല പറയാനും ഒന്നുമില്ല. അവൻ തന്റെ പ്രിയനോട് ഹൃദ്യമായി ഒന്ന് സംസാരിക്കാൻ മരുഭൂമിയിലേക്ക് പൊക്കിയെടുത്തു. എടുത്തിട്ട് ദിവ്യ ദർശനങ്ങളല്ലേ പിന്നെ കാണുന്നത്, അസാധാരണമായ ദർശനങ്ങൾ. 5-ാം വാക്യം മുതലായിരിക്കും. അവൻ എന്നോട്, മനുഷ്യപുത്ര, തലപൊക്കി വടക്കോട്ട് നോക്കുക എന്ന് കൽപ്പിച്ചു. ഞാൻ തലപൊക്കി വടക്കോട്ട് നോക്കി. യാഗപീഠത്തിന്റെ വാതിലിന് വടക്കോട്ട് പ്രവേശനത്തിങ്കൽ തന്നെ ആ തീഷ്ണതാ ബിംബത്തെ കണ്ടു. അവൻ എന്നോട്, മനുഷ്യപുത്ര, അവർ ചെയ്യുന്നത് ഞാൻ എന്റെ വിശുദ്ധ മന്ദിരം വിട്ടു പോകേണ്ടതിന് ഇസ്രായേൽ ഗൃഹം ഇവിടെ ചെയ്യുന്ന മഹാമ്ലേച്ഛതകൾ തന്നെ നീ കാണുന്നുവോ? ഇതിലും വലിയ മ്ലേച്ഛതകളെ നീ കാണും എന്ന് അരുളി ചെയ്തു. എന്ത് ചെയ്യാൻ പറ്റും സഹോദരങ്ങളെ? എഗസ്കേൽ ചോദിച്ചിട്ടോ ആപ്ലിക്കേഷൻ കൊടുത്തത് കൊണ്ടൊന്നും അല്ല ഇങ്ങനത്തെ ദർശനം കാണിപ്പിച്ചത്. ചോദിച്ചു മേടിച്ചതല്ല. സ്വർഗത്താൽ അവൻ ആ ദർശനങ്ങൾ കൊടുത്തു. ദൈവത്തിന്റെ ആലയത്തിന്റെ വാതിൽക്കൽ, അതിന്റെ പ്രാകാരത്തിൽ യാഗപീഠം ഇരിക്കേണ്ടടുത്ത് ഇമേജ് ഓഫ് ജലസി, തീഷ്ണതാ ബിംബം, അവിടെ അസൂയയുടെ ബിംബം ഇരിക്കുന്നു. യാഗപീഠം കത്തിക്കേണ്ട സ്ഥാനത്ത്, സകലതും ജഡസ്വഭാവങ്ങളെ കരിച്ചു കളയേണ്ടെന്ന സ്ഥാനത്ത് അവിടെ ഇരിക്കുന്നത് വേറെ കാര്യങ്ങളാണിപ്പോൾ. ഇസ്രായേലിലെ മ്ലേച്ഛതകൾ ദൈവത്തിന്റെ ദാസൻ യെഹെസ്കേലിനെ ദൈവം കാണിക്കുകയാണ്. കാണിക്കുമ്പോ കാര്യം പറയാതിരിക്കാൻ പറ്റുമോ? വളരെ താഴ്മയോടെ എളിമയോടെ ഞാൻ പറയുകയാണ്, വേറെ എന്തെല്ലാം കാര്യങ്ങൾ പുസ്തകത്തിലുണ്ട്. ഈ പഴയ പാതയും ഉപദേശവും മഴ പോലെ മൊഴിയും വേറെ എന്തെല്ലാം പ്രസംഗിക്കാമെന്ന് ഒരുപക്ഷെ ആരെങ്കിലും 1 or 2 പേർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവരോടായി ഞാൻ സന്ദേശം പറയട്ടെ. കാണുന്ന ദർശനം ഇതായിപ്പോയി. ഒരു കാലഘട്ടത്തിൽ വചനവും ദർശനങ്ങളും വെളിപ്പാടുകളും ദുർലഭമായൊരു കാലം വന്നു. അതിന്റെ ആളായി ഇരിക്കേണ്ടുന്നവന്റെ കണ്ണ് മങ്ങിപ്പോയി. ജനത്തെ നേർവഴിയിൽ നടത്തേണ്ടുന്ന ഉപദേശം വായിൽ നിന്ന് പൊഴിക്കേണ്ട, ജനത്തെ പഠിപ്പിക്കേണ്ടുന്ന ഏലി മയങ്ങിപ്പോയി. മക്കൾ മുപ്പല്ലി കൊണ്ട് ഇറച്ചി കുത്തിക്കൊണ്ട് വേവുന്നതിന് മുമ്പ് പോകുന്ന കാലം. ദൈവം ഒരുവനെ തെരഞ്ഞെടുത്തു. അവരെയൊക്കെ നോക്കി വിളിച്ച് മടുത്തിട്ട് യൗവനക്കാരനെ തെരഞ്ഞെടുത്തു, ശമൂവേലിനെ. 1 ശമൂവേൽ 3-7 വാക്യം. ആ ശമൂവേലിനോട്, ബാലനോട് സ്വർഗത്തിലെ ദൈവം സംസാരിക്കാൻ തുടങ്ങുകയാണ്. ചില കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ വേഗം. ശമൂവേൽ അന്ന് വരെ യഹോവയെ അറിഞ്ഞില്ല. അന്ന് വരെ അറിഞ്ഞിരുന്നില്ല, വേണ്ട രീതിയിലൊന്നും അറിഞ്ഞിരുന്നില്ല. യഹോവയുടെ വചനം അവന് അന്ന് വരെ വെളിപ്പെട്ടതുമില്ല. യഥാർത്ഥ വചനം വേണ്ട രീതിയിൽ അന്ന് വരെ വെളിപ്പെട്ടില്ല. ഇനി അതിന്റെ 11, 12, 13. യഹോവ ശമൂവേലിനോട് അരുളി ചെയ്തത്, ഇതാ ഞാൻ ഇസ്രായേലിൽ ഒരു കാര്യം ചെയ്യും, അത് കേൾക്കുന്നവന്റെ ചെവി രണ്ടും മുഴങ്ങും. ഞാൻ ഏലിയുടെ ഭവനത്തെ കുറിച്ച് അരുളി ചെയ്തതൊക്കെയും ഞാൻ അന്ന് അവന്റെ മേൽ ആദ്യന്തം നിവർത്തിക്കും. അവന്റെ പുത്രന്മാർ ദൈവദൂഷണം പറയുന്ന അകൃത്യം അവൻ അറിഞ്ഞിട്ടും അവരെ ശാസിച്ചമർത്തായിക കൊണ്ട് ഞാൻ അവന്റെ ഭവനത്തിന് എന്നേക്കും ശിക്ഷ വിധിക്കും എന്ന് ഞാൻ അവനോട് കൽപ്പിച്ചിരിക്കുന്നു. ഒരു നിമിഷം ശ്രദ്ധിക്കണേ വചനത്തിലേക്ക്. ഒന്നും അറിയാതെ ഇതിന്റെ കാര്യപരിപാടികളോ, ഇതിൽ ഇന്നലെ നടന്നതോ, പൂർവകാലത്ത് നടന്നതോ, പെന്തക്കോസ്തിന്റെ ആരംഭത്തിൽ നടന്നതോ, അല്ലെങ്കിൽ ആദിമസഭയുടെ ആരംഭത്തിൽ നടന്നതോ ഒന്നും ശമൂവേൽ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ദിവ്യ ദർശനങ്ങൾ അവന്റെ മുമ്പാകെ തുറന്നു വന്നതിന്റെ ആരംഭ ദർശനം എങ്ങനെയാ? ആരംഭ ദർശനം അവൻ കണ്ട ആദ്യ ദർശനം, അല്ലെങ്കിൽ ആദ്യം കേട്ട അരുളപ്പാട്, ദൈവഗ്രഹത്തിലെ ന്യായവിധിയാണ് അവൻ ആദ്യം കേട്ടത്, അല്ലയോ? ദൈവഗ്രഹത്തിൽ ശുശ്രൂഷിക്കേണ്ടുന്ന ശുശ്രൂഷകൻ വഴിമാറിയപ്പോൾ, പുതുപാതകൾ തെരഞ്ഞെടുത്തപ്പോൾ, കംഫർട്ട് സോണിൽ സുഖിച്ചപ്പോൾ, പാതയിൽ വന്ന് ഉപദേശം പൊഴിയുന്ന ഉപദേശം സ്വീകരിച്ച് അത് തീയിൽ ചുട്ട് ജനത്തിന് കൊടുക്കാൻ വൈമനസ്യം കാണിച്ചപ്പോൾ അവന്റെ കുടുംബത്തിന് വരുന്ന അനർത്ഥമല്ലേ ആദ്യം ശമൂവേലിനെ കാണിച്ചത്? ശമൂവേൽ ചോദിച്ചിട്ടാണോ അങ്ങനെ കാണിച്ചത്? ശമൂവേൽ ചോദിച്ചിട്ടാണോ എനിക്ക് ഇങ്ങനെ ഒരു ദർശനം വേണം പിതാവേ എന്ന് പറഞ്ഞിട്ടാണോ അങ്ങനെ കാണിച്ചത്? അല്ല സഹോദരങ്ങളെ, അങ്ങനെയല്ല. കാലഘട്ടത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, ദൈവത്തിന്റെ ഹൃദയത്തിൽ ഉള്ള വേദന, തന്റെ ജനത്തെക്കുറിച്ചുള്ള താല്പര്യം, അത് പങ്കുവെക്കേണ്ടവനോട് മാത്രമാ ദൈവം പങ്കുവെക്കത്തുള്ളൂ. ആ പങ്കുവെക്കൽ
അത് ചിലപ്പോൾ ഉഗ്രശക്തിയോടും സ്നേഹത്തോടും തലോടലോടും ആശ്വാസത്തോടും പല നിലകളിൽ പുറപ്പെട്ടു വരും. അങ്ങനെ പുറപ്പെട്ടു വന്നതാണ് ഇത്രയും മണിക്കൂറുകൾ സമയങ്ങൾ. ആ പുറപ്പെട്ടു വന്ന ശബ്ദമാണ് നമ്മോട് പറയുന്നത്, മടങ്ങി വാ. വെളിപ്പാടുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു, ദർശനങ്ങളില്ല, പഴയ പാതകൾ മങ്ങുന്നു, അത് കാട് പിടിക്കുന്നു. അതുകൊണ്ട് കടന്നു വരൂ. നാം നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ, ആ പാത ധരിച്ചു മുന്നോട്ട് പോകാം. ഒരിക്കൽ കൂടെ വിലാപങ്ങൾ 5:21 വായിച്ചാണ്. വിലാപങ്ങൾ 5:21. ലാമന്റേഷൻസ് 5:21. ഞാൻ തന്നെ പറയാം, യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് പുതിയ നിയമത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകനായ ഞാൻ നിങ്ങളോട് ചേർന്ന് നിന്ന് ദൈവ സന്നിധിയിൽ നിന്ന് ആഗ്രഹത്തോടെ അതീവ താല്പര്യത്തോടെ ദൈവസന്നിധിയിൽ ഈ ശബ്ദമുണർത്തിക്കുകയാണ്. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ മടക്കി വരുത്തണമേ, ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തണമേ. ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തുള്ളതുപോലെ ആ കാലം ഞങ്ങൾക്ക് തരണമേ. ഭൂലോകത്തെ കീഴ്മേൽ മറിച്ച അനുഭവം ആത്മശക്തിയോടെ ദൈവത്തിന്റെ സഭ ആ കല്ലുകൾ ശോഭയോടെ വെച്ച കാലം പോലൊരു കാലം ഞങ്ങൾക്ക് മടക്കി തരണമേ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളുടെ പിതാവേ, അടിയനിൽ അങ്ങ് നിക്ഷേപിച്ച അങ്ങയുടെ ഹിതങ്ങൾ അത് എത്രത്തോളം വേണ്ട വിധത്തിൽ പ്രതിഫലിച്ചു എന്ന് എനിക്ക് പറഞ്ഞ് നിന്റെ ജനത്തോട് കേൾപ്പിക്കാൻ കഴിഞ്ഞു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ അങ്ങ് സകലതും മനസ്സിലാകുന്നു, അങ്ങക്കെല്ലാം മനസ്സിലാകുന്നു. ഹൃദയങ്ങളെയും അന്തരിന്ദ്രിയങ്ങളെയും സകലത്തെയും ശോധന ചെയ്യുന്നവന്റെ മുമ്പാകെ ഞങ്ങൾ നിൽക്കുന്നു. കർത്താവേ, ഈ സ്വരം ആർക്കും ആരുടെയും ഉള്ളിൽ ഒരു പ്രതികൂലമായ ചിന്ത ഉടലെടുക്കുവാൻ സ്വർഗം അനുവദിക്കാതെ വണ്ണം ഇതൊരു വിലാപം തന്നെയാണ്. ദൈവജനത്തിന് വരേണ്ടുന്ന മഹിമ, ആ തേജസ്, അത് മൂടുപടങ്ങളാൽ തടയപ്പെടുന്നത് കാണുന്ന ഒരു ശുശ്രൂഷകന്റെ ഹൃദയവ്യതയാണെന്ന് പ്രിയപ്പെട്ടവർക്ക് മനസ്സിലാകുമാറ് പരിശുദ്ധാത്മാവ് എല്ലാവരെയും ബുദ്ധി ഉപദേശിക്കണമെന്ന് പിതാവെ താഴ്മയോട് അപേക്ഷിക്കുകയാണ്. ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരും ആ ബോധ്യങ്ങളിലേക്ക് കടന്നു വന്ന് ആ പാതയിൽ ആമേൻ ഉപദേശം പൊഴിയുന്ന ഉപദേശം തീയിൽ ചുട്ടത് ഭക്ഷിച്ച് ആമേൻ കരുത്തുറ്റവരായി ആത്മീക ബലശാലികളായി സാത്താന്റെ കോട്ടകളെ ചവിട്ടി പൊളിക്കുന്നവരാകേണ്ടതിന് ജനത്തിനുമേൽ ആ ആത്മീയാനുഭവം പകരേണ്ടതിന് അടിയൻ താഴ്മയോടെ പിതാവിനോട് അപേക്ഷിക്കുകയാണ്. ഈ 2012 പറവട്ടാനിയിൽ വരുവാൻ നീ അനുവദിച്ചു. ഈ പ്രിയപ്പെട്ടവരോട് ഇത്രയും പറയുവാനും കർത്താവ് അവസരം തന്നു. ഒന്നും മികവല്ല, എല്ലാ കൃപയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങയുടെ പാദത്തിൽ കൂടുതൽ വീണ് കിടക്കുവാൻ ഞങ്ങൾക്കെല്ലാം കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഏറിയ കൃപയാൽ നീ വന്നത് ഞങ്ങൾക്ക് കൃപമേൽ കൃപ പകരാനാണല്ലോ. ആ കൃപയാൽ ഞങ്ങളെ സമ്പന്നരാക്കി ആനന്ദ നദിയിൽ ഞങ്ങളെ നടത്തി ഞങ്ങളെ യാത്രക്കാരാക്കണമേ. ഈ പഴയ പാതയിൽ ഞങ്ങൾ സന്തോഷത്തോടെ പോകുവാൻ നിന്റെ ആത്മാവ് ഞങ്ങളെ സഹായിക്കണമേ എന്നുള്ള താഴ്മയോടെ അപേക്ഷിക്കുകയാണ്. പ്രാർത്ഥന കൈക്കൊണ്ട കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. കൂടി വന്നിരിക്കുന്ന എല്ലാവരോടും കർത്താവിന്റെ ദാസനിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചു. പെന്തക്കോസ്ത് പാരമ്പര്യത്തിൽ നിന്ന് വന്ന ഒരാളല്ല. കർത്താവ് തന്റെ ദാസനെ തിരഞ്ഞെടുത്ത് നമ്മുടെ മധ്യത്തിൽ നിർത്തി നാം ചുരുക്കം ചില പേരാണ് കൂടിയിരിക്കുന്നതെങ്കിലും ദൈവസഭയ്ക്ക് ആവശ്യമായത് കർത്താവിന്റെ ദാസനിൽ കൂടെ കർത്താവ് കേൾപ്പിച്ചിരിക്കുന്നു. സമയം അല്പം വൈകി, അത് വലിയ നഷ്ടമാവുന്നില്ല. നമുക്ക് ദൈവസന്നിധിയിൽ ഭയത്തോടെ എഴുന്നേറ്റ് നിന്ന് കർത്താവെ ഞങ്ങളെ മടക്കി വരുത്തണമേ എന്ന് നമുക്ക് ഒന്നിച്ച് അല്പനേരം പ്രാർത്ഥിക്കാം. ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചില്ല എങ്കിലും സാരമില്ല. Let's all stand up in the presence of God and ask God, God, help us to come back. കർത്താവേ, യഥാർത്ഥ പെന്തക്കോസ്തിന്റെ അനുഭവത്തിലേക്ക് ഞങ്ങളെ മടക്കി വരുത്തണമെന്ന് ഹൃദയം നൊന്ത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഹൃദയം നൊന്ത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവിന് നമ്മളോട് സംസാരിച്ചിരിക്കുക. ദൈവത്തിന്റെ ശബ്ദം കേരളത്തിലുള്ള ദൈവജനങ്ങൾ കേട്ടിരിക്കുക. ഇവിടെ വലിയൊരു കൂട്ടമില്ല എങ്കിലും കണ്ണുനീരോടുകൂടെ ദാഹത്തോടെ പ്രാർത്ഥിക്കും. കർത്താവേ, ഞങ്ങളെ യഥാർത്ഥ അനുഭവത്തിലേക്ക് മടക്കി വരുത്തണം.
ഹല്ലേലൂയ, ഹല്ലേലൂയ. വാ തുറന്ന് പ്രാർത്ഥിക്കാം സഹോദരന്മാർ, സഹോദരിമാർ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രേരണയോടുകൂടിയാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. എന്റെ ഹൃദയം നന്ദിയാൽ നിറയും, എന്റെ ഹൃദയം സന്തോഷത്താൽ നിറയും. ഈ സഭയുടെ ഇപ്രകാരമുള്ള പോക്ക് എവിടെ അവസാനിച്ചു? കർത്താവോടെയായി തന്റെ ദാസന്മാരെ അഭിഷേകം ചെയ്ത് എഴുന്നേൽപ്പിക്കുന്നത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്തു. ഇതും മറ്റുള്ളവരിലേക്ക് പകരുമാറാകട്ടെ. ഇത് മാത്രമാണ് യഥാർത്ഥ സത്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ കൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് മാത്രമാണ് യഥാർത്ഥ സത്യം. നമുക്ക് വാ തുറന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ കരയാം. ഹൃദയം നൊന്ന് നമുക്ക് കരയാം. കർത്താവേ, ഞങ്ങളെ മടക്കി വരുത്തണം. എല്ലാവരും പ്രാർത്ഥിച്ചു. ലോർഡ് മേക്ക് us to return. കർത്താവേ, ഞങ്ങളെ മടക്കി വരുത്തണം. കർത്താവേ, ഞങ്ങളെ മടക്കി വരുത്തണം. എല്ലാവരും വാ തുറന്ന് പ്രാർത്ഥിച്ചു. കർത്താവേ, ഞങ്ങളെ മടക്കി വരുത്തണം. പെന്തക്കോസ്തിന്റെ യഥാർത്ഥ ശക്തി വെളിപ്പെടുവാൻ, ദൈവസഭയുടെ യഥാർത്ഥ രൂപം വെളിപ്പെടുവാൻ, ദൈവ തേജസ് യഥാർത്ഥമായി വെളിപ്പെടുവാൻ ഞങ്ങളെ മടക്കി വരുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇളക്കപ്പെരുക്കത്തിന്റെ ആത്മാവല്ല, ഉപദേശത്തിൽ ഉറച്ചു നിൽക്കുന്ന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വാ തുറന്ന് പ്രാർത്ഥിപ്പാൻ താല്പര്യമുള്ള വാ തുറന്ന് പ്രാർത്ഥിച്ചാൽ ഞങ്ങളെ മടക്കി വരുത്തണമേ എന്ന് പറഞ്ഞ് നമുക്ക് കരയാം. തൃശ്ശൂർ ഒരു മടങ്ങി വരവ് ആരംഭിക്കട്ടെ. ഹല്ലേലൂയ. തൃശ്ശൂർ ഒരു മടങ്ങി വരവ് ആരംഭിക്കട്ടെ. നമ്മൾക്ക് കരയാം. ദൈവമേ, ഞങ്ങളെ മടക്കി വരുത്തണമേ. ഹല്ലേലൂയ. ഞങ്ങളെ മടക്കി വരുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ദൈവത്തെ അല്പനേരം ആരാധിച്ചുകൊണ്ട് കർത്താവ് ഞങ്ങളെ മടക്കി വരുത്തണമേ എന്ന് പറഞ്ഞ് കരഞ്ഞോട് പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളെ മടക്കി വരുത്തണമേ. യഹോവ നമ്മോട് സംസാരിച്ചു. യഹോവയുടെ ശബ്ദം നമ്മൾ കേട്ടു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരോടും സംസാരിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങളെ മടക്കി വരുത്തണമേ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ഇന്നത്തെ ഉച്ചഭക്ഷണം ഇത് തന്നെ ആയിരിക്കട്ടെ. സ്തോത്രം, 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 സ്തോത്രം. ഈ ഭക്ഷണം നമ്മളെ ബലപ്പെടുത്തട്ടെ. സ്തോത്രം, സ്തോത്രം. സിയോനിൽ ചെന്നുചേരുന്നവരെയും സ്തോത്രം, സ്തോത്രം. ഈ ആത്മീയ ഭക്ഷണം നമ്മളെ ബലപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. Let the spiritual food strengthen us. Hallelujah, 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 hallelujah. Rabalabada kashadala radala radala kadara. ആത്മീയ ശക്തി വ്യാപരിക്കട്ടെ. ഇതിനെതിരായി പോരാടുന്ന എല്ലാ ശക്തികളും ഓടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസഭ ശക്തിയോടെ വെളിപ്പെടട്ടെ. Hallelujah, 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 hallelujah. Sadara bala badana dira 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 baba shadara dira 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 makadara dira 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 kashadara dira 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 baba baba dira kadara dira 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 baba. Idara baba baba sandara dala dira dala kadara dila dala dila dila baba baya ibara baba ka shandara dila dala dila kadara dila dile dila raya. Hallelujah. Raba kadara chadara dila dila raya. Hallelujah, 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 hallelujah.
Hallelujah. Hallelujah. മടങ്ങി വരട്ടെ, മടങ്ങി വരട്ടെ, പഴയ പാതയിലേക്ക് മടങ്ങി വരട്ടെ. Hallelujah, 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 hallelujah. സ്തോത്രം, 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 സ്തോത്രം. Hallelujah. കർത്താവിന്റെ ദാസൻ വന്ന് പ്രാർത്ഥിച്ച് യോഗം അവസാനിപ്പിച്ചാൽ